പ്യുവർ കോട്ടൺ ആണ് വരുന്നത്. പ്യുവർ കോട്ടൺ അല്ലേ? മെറ്റർണിറ്റി വെയറും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ നമുക്ക് 3XL സൈസ് വരെ അവൈലബിൾ ആണ് അല്ലേ? സ്റ്റോളും വർക്കാണ്. അതിന്റെ ടോപ്പിലാണെങ്കിലും ഫുൾ വർക്ക് വരുന്നുണ്ട്. ഇത് പ്രേമല്ലു അതാണോ സംഭവം? 18 തുടങ്ങി 24 സൈസ് വരെയാണ് വരുന്നത്. ഈ ക്രോപ്പ് ടോപ്പുകൾ കിഡ്സിന്റെ 0 സൈസ് മുതൽ റോംബർ ടൈപ്പ് ഒക്കെ വരുന്നത്. XL വരെ കിട്ടും. 7XL വരെയാണ്. XL വരെ പാന്റിലാ സ്മോൾ മുതൽ XXL 5XL വരെ ഉണ്ട്. ബ്രാൻഡിങ്ങും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓൺ ബ്രാൻഡ് തന്നെ. ഓക്കെ. അതിൽ 10ഓളം ബ്രാൻഡ് ഉണ്ട്. ഇതിന്റെ പാരഷൂട്ട് ബാഗ് നൈറ്റീസിൽ തന്നെ നമുക്ക് 4XL സൈസ് വരെ അവൈലബിൾ ആണ്. വൈറ്റ് ലിനൻ എന്ന ബ്രാൻഡിന്റെ ജൂട്ട് മെറ്റീരിയൽ ആണ്. ഇതൊരു കാഡ്ബറി സിൽക്ക് ആണ്. വളരെ സോഫ്റ്റ് ആണ്, നൈസ് ആണ്. വിത്ത് ലൈനിങ് ഫോയിൽ പ്രിന്റ് വരുന്നുണ്ട്. വീനക്കാണ് ചെറിയ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഫാൻസി ഐറ്റംസ് കേട്ടോ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് മാർക്കറ്റ് റോഡിലാണ് കേട്ടോ. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു കടയിലേക്കാണ് വന്നിരിക്കുന്നത്, KB ഗാർമെന്റ്സിലേക്ക്. അപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ക്ലോത്ത് ബസാർ ജംഗ്ഷൻ വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ. ആ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റുന്ന ഒരു സ്ഥാപനം കൂടിയാണ് KB ഗാർമെന്റ്സ്. 5 ഫ്ലോർ ആയിട്ടുള്ള ഒരു ബിഗ് ബിൽഡിങ്ങും കൂടിയാണ് കേട്ടോ. A to Z എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ വെറൈറ്റീസ് ഒന്ന് കണ്ടു നോക്കിയാലോ? വരൂ. നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും കേട്ടോ. എത്നിക് വേണോ, വെസ്റ്റേൺ വെയർ വേണോ, അങ്ങനെ എല്ലാ ഐറ്റംസും. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ട് കളിക്കുന്ന കുറേ കളക്ഷൻസ് ഉണ്ട്. ഇത് കൂടാണ്ട് കുട്ടികൾക്ക്, മെൻസ് വെയർക്ക്, അങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ട്. പക്ഷേ നമ്മുടെ വീട്ടമ്മമാരെ നമുക്ക് ആദ്യം മറക്കാൻ പറ്റില്ല. അവർക്കുള്ള നൈറ്റീസ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല വെറൈറ്റി കുർത്തീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നതും ഇവരുടെ തന്നെയാണ് ഓൺ ഹാൻഡ് വർക്കിൽ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. സ്ലീവിലും വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആരാണ് നമുക്ക് കാണിച്ചു തരാം? ഇവിടുത്തെ ആൾക്കാർ കുറച്ചുണ്ട്. നല്ല സുന്ദരികളായിട്ട് കുറേ നേരെന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ വെൽക്കം ചെയ്യാം. ഇതൊന്ന് വെച്ചോട്ടെ, മൈക്കാണ് കേട്ടോ. ഹായ്, എന്താണ് വിശേഷം? സുഖം. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കണേ? നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം മാർക്കറ്റിലോടുള്ള KB ഗാർമെന്റ്സ് ഷോപ്പിലേക്ക്. ഇത് 1-2 ഫ്ലോർ ഒന്നല്ല കേട്ടോ, 5 ഫ്ലോർ ആയിട്ടുള്ള ബിഗ് ബിൽഡിങ്ങിലാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തം എന്താണ് ഐറ്റംസ് വരുന്നത്? ഫസ്റ്റ് ഫ്ലോർ മാക്സി ഉണ്ട്, കുർത്തീസ് ഉണ്ട്, ചുരിദാറുണ്ട്. ഈ ഉണ്ടെന്ന് പറയണേക്കാളും നല്ലത് കാണിച്ചു കൊടുക്കാൻ നല്ലത് അല്ലേ? അതായത് അപ്പൊ എവിടെന്നാ നമുക്ക് നൈറ്റി തുടങ്ങാം? ഈ ഒരു സെക്ഷൻ മൊത്തം നൈറ്റീരി ആണോ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇത് ഫുൾ നൈറ്റീരി ഒരു കൗണ്ടറാണ്. ഇപ്പുറത്തെ സൈഡും വരുന്നതും ഇപ്പുറത്തെ സൈഡും വരുന്നത്. അപ്പൊ ഒരു നൈറ്റി വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ അജറക്കുണ്ടിൽ വരുന്ന മാക്സിയാണ് കുർത്തി. ഇത് കുർത്തിയല്ല, നൈറ്റി കേട്ടോ. അപ്പോൾ ഈ നൈറ്റി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചുടിദാർ കട്ടിലുണ്ട്, മാൻസി കട്ടിലുണ്ട്, അങ്ങനെ ഏത് മോഡൽ ഏത് പാറ്റേൺ വേണമെങ്കിലും നമുക്ക് ചെയ്ത് തരാൻ പറ്റും. കാരണം നിങ്ങളുടെ ഓൺ മാനുഫാക്ചറിങ് ആണെന്നുള്ളത് അല്ലേ? ഇതിപ്പോൾ അജ്രക്കിൻ്റെ ഇതിലാണ് വരുന്നത്. ഇത് ഒരു കളർ വരുന്നുള്ളൂ. എങ്ങനെയാണ്? എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. ഓക്കെ. ഇപ്പൊ ഇത് നോക്കുമ്പോൾ പൈപ്പിംഗ് കാര്യങ്ങളൊക്കെ പക്ക, ഫിനിഷിങ് പക്ക ഇതിലാണ് ചെയ്തിരിക്കുന്നത്. അതിലാണ്. ഓക്കെ. ഇതൊക്കെ അതിന്റെ കളേഴ്സ് ആണ്. അപ്പൊ ഇതിൽ സൈസ് വരുമ്പോ എങ്ങനെയാ വരുന്നത്? നമുക്ക് L മുതൽ XXL വരെ സ്റ്റാർട്ട് ചെയ്യും. XXL വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇതാണ് കളക്ഷൻസ് വരുന്നത്. നൈറ്റികളും നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട്. പിന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കേണ്ടി വരും. കാരണം ഇത് ഹോൾസെയിൽ ആണ് കേട്ടോ. ചുങ്കടി ഇതൊക്കെ കാലാകാലം ഉള്ള ഒരു ഡിസൈൻസ് ആണ് കേട്ടോ. പ്യുവർ കോട്ടൺ ആണ് വരുന്നത്. പ്യുവർ കോട്ടൺ അല്ലേ? അപ്പൊ ഇത് ഇപ്പൊ ഈ 4 ഷെയ്ഡൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഈ 4 ഷെയ്ഡ് മൊത്തം എടുക്കണം എന്ന് നിർബന്ധം? നമുക്ക് ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട് നമുക്ക് സെറ്റ് ബേസിലാണ് നമുക്ക് വരുന്നത്. അപ്പൊ മൊത്തം നമുക്ക് ഹോൾസെയിൽ ആയതുകൊണ്ട് സെറ്റ് ടു സെറ്റ് ആണ് എടുക്കേണ്ടത്. സിംഗിൾ പീസ് ആയിട്ട് ആരും ഇവിടെ വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ഹോൾസെയിൽ ആണ് കേട്ടോ. ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് A to Z എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അല്ലേ? നമുക്ക് മെൻസ് വെയർ ആയാലും കുട്ടികളുടെ ആയാലും ലേഡീസിന്റെ ഐറ്റംസ് ആയാലും അങ്ങനെ എല്ലാ ഐറ്റംസും വരുന്നുണ്ട്. അപ്പൊ നൈറ്റികളുടെ വെറൈറ്റി കളക്ഷൻസ് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷേ സെറ്റ് ടു സെറ്റ് ആണ് എടുക്കേണ്ടത് കേട്ടോ. ഇതൊക്കെ പ്യുവർ കോട്ടണിൽ വരുന്ന കളക്ഷൻസ് ആണ്. കളർ ചേഞ്ചസ് ആണ് കേട്ടോ ഇതിന്റെ. ഈ കളർ ചേഞ്ചസ് 4 സെറ്റ് അങ്ങനെയാണ്. നമ്മൾ എടുക്കണം, ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ്. ഇനിയും വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് നൈറ്റി വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുർത്തീസൊക്കെ കാണിക്കാനുണ്ട് വെറൈറ്റികൾ. ഇനി നൈറ്റ് ടൈപ്പിൽ വരുന്നതാണ്. ഇത് ഫീഡിംഗ് ടൈപ്പിലും വരുന്നതാണ്. മെറ്റർണിറ്റി വെയർ കേട്ടോ. മെറ്റർണിറ്റി വെയറും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കത് നൈറ്റീസിലായാലും ശരി, കുർത്തീസിലായാലും മെറ്റർണിറ്റി വെയർ വരുന്നുണ്ട് അല്ലേ? ഇത് ഓൾ കളേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ. ഇപ്പം 3 ഷെയ്ഡാണ് നിലവിലുള്ളത്. പക്ഷെ ഈ 3 പ്രിന്റ് ആയാൽ പോലും നമുക്ക് എപ്പോഴും ഡിസൈൻസും പാറ്റേൺസും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. കാരണം ഓൺ മാനുഫാക്ചറിങ് ആണ്. ഡെയിലി ഇപ്പൊ ഇന്ന് കണ്ടതാവില്ല, ചിലപ്പോൾ നാളെ കാണാം അല്ലേ? എപ്പോഴും മാറി. നമുക്ക് ഡെയിലി അപ്ഡേഷൻസ് ആണ്. ഡ്രസ്സുകൾ മാത്രം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഞങ്ങളൊക്കെ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും അല്ലേ? നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ എപ്പോഴും റെഡിയാണ്. ഇവിടെ ഡയറക്റ്റ് വരാം. ഇതൊക്കെ ഇതിന്റെ കളേഴ്സ് ആണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഡയറക്റ്റ് വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഓൺലൈൻ സർവീസ് ഉണ്ട്. വീഡിയോ കോൾ ഫെസിലിറ്റീസ് ത്രൂ നമുക്ക് ചെയ്ത് തരും.
അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. വീഡിയോ കോൾ ത്രൂ ആയാലും നമുക്കത് ഓപ്ഷൻസ് ഉണ്ട്. ഷോപ്പിന്റെ സമയം വരുന്നത് മോർണിംഗ് ഒരു 10 o'clock തൊട്ട് അല്ലേ? ഒരു 7:30 അല്ലെങ്കിൽ 8 o'clock വരെ. അത് കസ്റ്റമർ ഉള്ളതിനനുസരിച്ചിട്ട് എത്ര നൈറ്റ് നിന്നാലും കസ്റ്റമേഴ്സ് നിൽക്കുകയാണെങ്കിൽ അവരൊന്നും ഞങ്ങൾ മടക്കി വിടില്ല. 12 മണി വരെ നിങ്ങളൊന്ന് വന്നു. പക്ഷെ ഒരു മര്യാദയില്ല. അപ്പോൾ ഒരു 8 മണിക്ക് മുന്നേ നിങ്ങൾ വന്നൊന്ന് ഡീൽ ചെയ്യായിരിക്കും നല്ലത്. ഇനി ഇത് ഇത്ര ബിഗ് സൈസ് ഒന്നല്ല. ഇത് കഫ്താൻ മോഡലായിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡി, ഇപ്പോഴത്തെ എല്ലാ കാലകാലമായിട്ടുള്ള ഒരു ട്രെൻഡി കളക്ഷൻസ് ആണ്. ഇതിന്റെയും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് അല്ലേ? ഇതൊക്കെ കോട്ടൺ ആണ്. കോട്ടൺ മെറ്റീരിയൽ വീനെക്ക് പാറ്റേൺ കഫ്താൻ വരുന്ന ടൈപ്പ്. ഓക്കെ, ഇതൊക്കെ ഇതിന്റെ കളർ ഓപ്ഷൻസ് കേട്ടോ. വീനെക്കില് അപ്പൊ കഫ്താൻ ഇത് നോർമൽ നൈറ്റി ആയിട്ടല്ല, നമുക്ക് എവിടെ പുറത്തേക്ക് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ലെഗിൻസിന്റെ കൂട്ടത്തില് ജീൻസിന്റെ കൂട്ടത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റംസ് ആണ്. അപ്പൊ നൈറ്റി മാത്രമായിട്ട് അങ്ങനെ കൂട്ടരുത്. അപ്പൊ നൈറ്റികളുടെ തന്നെ വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നോർമൽ ടൈപ്പ് പ്രിന്റഡ് കോട്ടണിൽ വരുന്നത്. ഒക്കെ കോട്ടൺ കൂടുതലാണല്ലേ. പിന്നെ ഇതൊക്കെ മെറ്റീരിയൽസ് അവിടെ ഉള്ളത് റയോൺ ഉണ്ട്, ബാത്തിക് പ്രിന്റ് ഉണ്ട്, ചുങ്കുടി പ്രിന്റ് ഉണ്ട്. ഓക്കെ, പ്രിന്റുകൾ ഇങ്ങനെ മാറി മാറി നിൽക്കും. സൈസ് ലാസ്റ്റ് സൈസ് വരുന്നത് 3XL 4XL സൈസ്. 4XL മാക്സിമം. ഓക്കെ, നൈറ്റീസിൽ തന്നെ നമുക്ക് 4XL സൈസ് വരെ അവൈലബിൾ ആണ്. ഇപ്പൊ ഇത് കോട്ടണിൽ തന്നെ പ്രിന്റുകൾ. ഇപ്പൊ ഈ കാണുന്ന പ്രിന്റ് ആവില്ല, നമുക്ക് ഒരു 10 ദിവസം വരുമ്പോൾ കാണാൻ പറ്റുക. കാരണം പ്രിന്റുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇതാ പ്രിന്റുകൾ, കളേഴ്സ് ഡിഫറൻസ് ഇഷ്ടം പോലെ ഉണ്ട്. റേറ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ. ഡയറക്റ്റ് വരണമെങ്കിൽ വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ അറിയാം. റേറ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റാത്തതിൻ്റെ റീസൺ ഇത് ഹോൾസെയിലാണ്. റീറ്റെയിൽക്കാർ ഇവിടുന്ന് മേടിച്ച് പോകുമ്പോൾ അവർക്ക് മാർജിൻ ഇട്ടിട്ട് വിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ റേറ്റ് ഓപ്പൺ ആയിട്ട് പറയാത്തത്. ഇത് ടൈ ആൻഡ് ഡൈ മോഡൽ. ടൈ ആൻഡ് ഡൈയിൽ ഇത്രയും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഒക്കെ നൈറ്റിയിൽ തന്നെ വരുന്ന കളേഴ്സാണ്, റൗണ്ട് പാറ്റേണിൽ. അതിൽ ബട്ടൺ വേണോ, നിങ്ങൾക്ക് സിബ് വേണോ, ഇനി ബൾക്കായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ ഇത്ര പറയുകയാണെങ്കിൽ, അപ്പൊ ബൾക്കായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ മാനുഫാക്ചറിങ് ആണ്. അതന്നെ. ഇതൊക്കെ ഇതിന്റെ കളേഴ്സ് ആണ് കേട്ടോ. ഇത്രയും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് സെയിം ഇതിൽ തന്നെ കേട്ടോ. അപ്പോൾ ഇത് ബൾക്കായിട്ടാണ് എടുക്കേണ്ടത്. സിംഗിൾ പീസിന് പ്ലീസ് ആരും വിളിച്ച് ചോദിക്കരുത്. ഇത് റീറ്റെയിൽ അല്ല, കടക്കാർക്ക്. അല്ലെങ്കിൽ പിന്നെ പുതിയ സ്റ്റാർട്ടപ്പ് ചെയ്യണവർക്കൊക്കെ നമുക്ക് ഇത് നിങ്ങളെങ്ങനെയാ ഇതിന്റെ ചെയ്തു കൊടുക്കും? ചെയ്തു കൊടുക്കും അല്ലേ? നിങ്ങൾ സർവീസസ് ഉണ്ട് അല്ലേ? അപ്പോൾ പുതിയതായിട്ട് അപ്പോൾ സ്റ്റാർട്ടപ്പ് ചെയ്യണവർക്കാണെങ്കിൽ അവർക്കും ഡയറക്റ്റ് വരാവുന്നതാണ് കേട്ടോ. അപ്പോൾ കടയിൽ ഒന്ന് പേര് പറഞ്ഞാലും മതി. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ ചുങ്കുടിയിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഓൺ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് തന്നെ കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. 3XL സൈസ് വരെ നമുക്ക് നൈറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോൾ നോർമൽ ഒരു സാധാ കട്ടിൽ വരുന്നത്, അതിൽ തന്നെ നമുക്ക് മാൻസി കട്ട് വരുന്നുണ്ട്, ബട്ടൺ സ്ലീവ്, എങ്ങനെ നമുക്ക് മറ്റേ സ്ലീവ് ഇനി ലോങ് സ്ലീവ് വേണം അത് വേണമെങ്കിലും ചെയ്ത് തരുന്നതായിരിക്കും. അതിൻ്റെ ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇത്രയും കളേഴ്സ് വരുന്നുണ്ട്. നൈറ്റിയിൽ എന്തോരം കളക്ഷൻസാണ്, കുറേ ഉണ്ട് കേട്ടോ. കാരണം ഇതാ എന്താ പറയുക, ഒരു 5 ഫ്ലോർ അങ്ങോട്ട് ഉണ്ട് അല്ലേ? അതിൽ ഈ താഴത്തെ ഫ്ലോർ മൊത്തം നൈറ്റീസും കുർത്തീസും മാത്രമാണ് ഇരിക്കുന്നത്. ചേർന്ന മെറ്റീരിയലാണ്. എന്ത് മെറ്റീരിയൽ? കോട്ടൺ. ഇതാ ഇതൊരു ചുടിദാർ കട്ട് അല്ലേ? അതിൽ പോക്കറ്റ് ഉണ്ട് കേട്ടോ. അതിൽ 3 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ കളർ ഓപ്ഷൻസ് വരുന്നത് കേട്ടോ. നൈറ്റികളുടെ വെറൈറ്റീസ് ഇഷ്ടംപോലെ ഉണ്ട്. ഇത് കൂടാണ്ട് കൂടുതൽ നിങ്ങൾക്ക് കാണുന്ന വെച്ചാൽ വീഡിയോ കോൾ ചെയ്ത് കാണായാലും നിങ്ങൾക്ക് കളക്ഷൻസ് കാണിച്ചു തരും. കാണിച്ചു കൊടുക്കില്ലേ ചേച്ചി? കൊടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് സൺഡേ സീസൺ ടൈമിൽ മാത്രമായിട്ട് ഓണായിട്ട് ഇരിക്കുള്ളൂ. അല്ലാത്ത സമയത്ത് വരുന്നൊരു ടൈപ്പാണ്. ഇത് പ്രിന്റിൽ കേട്ടോ. കോട്ടണിൽ പ്രിന്റ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തും വരുന്നുണ്ട്. നമുക്ക് ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ അവർക്കും വരെ നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ അതിൽ 3 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ 3 കളർ കാണിക്കുന്ന 3 അങ്ങനെ തന്നെ എടുക്കണം. സെറ്റ് ബേസ് എടുക്കണം. ഓക്കെ, അപ്പോൾ ഈ എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്ര രൂപയ്ക്ക് തന്നെ നൈറ്റി എടുക്കണം, അല്ലെങ്കിൽ ഇത്ര രൂപയ്ക്ക് തന്നെ കുർത്തി എടുക്കണം, അങ്ങനെയൊന്നും ഇല്ലല്ലോ. എടുക്കുന്ന ഐറ്റം സെറ്റ് ആയിരിക്കണം എന്നുള്ളൂ, അത്രേ ഉള്ളൂ. അത് എത്ര രൂപയ്ക്കായാലും അവിടുന്ന് ഇവിടുന്ന് ആയാലും എങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം കേട്ടോ. അതൊന്നും പ്രശ്നമില്ല. പിന്നെ അടുത്തത് നോക്കാം. നേരത്തെ കണ്ടതിന്റെ ഒരു കളർ തന്നെ, അതിന്റെ കളേഴ്സുകൾ ഇപ്പോൾ ഉണ്ട്. ഓക്കെ, 3 കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കളർ ഓപ്ഷൻസ്. പിന്നെ നൈറ്റികൾ വരുമ്പോൾ ഇതൊന്നും എടുത്ത് ഇത് അടിപൊളി സംഭവമാണല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ. വൈറ്റ് ലൈറ്റ് ഷെയ്ഡിൽ വൈറ്റിൽ ബേസ് വന്നിട്ട് അതിൽ ചെറിയ പ്രിന്റുകൾ കേട്ടോ. കളേഴ്സൊക്കെ നല്ല അടിപൊളിയാണ്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നല്ല പേസ്റ്റൽ, നല്ല ഇങ്ങനത്തെ ചെറിയെല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സിലാണ്, ലൈറ്റ് ഷെയ്ഡ്സിൽ അല്ലേ? ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ കളേഴ്സാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ബേസ് വരുന്നത് വൈറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. നൈറ്റികൾ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അടിപൊളി.
പിന്നെ ഇത് കോട്ടൺ, പ്യുവർ കോട്ടണിലാണ് കേട്ടോ ഈ കാണിക്കുന്നത്. മൊത്തം പ്യുവർ കോട്ടണിലാണ്. ഡയറക്റ്റ് വരണമെങ്കിൽ വരാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി വരാൻ പറ്റാത്തവരാണ്, നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ്, അപ്പോൾ നമുക്ക് ഓൺലൈൻ വഴിക്കായാലും നമുക്ക് എടുക്കാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു മാനസികട്ടിൽ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു കളർ ഓപ്ഷൻസ് ആണ് കേട്ടോ ഇത് കാണുന്നത്. എന്ന് വെച്ചാൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ അതിൻ്റെ കളർ ഓപ്ഷൻസ് നമ്മൾ നേരത്തെ ഈ ഒരു പ്രിൻ്റൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ. പിന്നെ വേറൊരു പാറ്റേൺ വരുന്നത്, ഇത് പാച്ച് വരുന്നത് നെക്കിൽ നമുക്ക് പാച്ച് വരുന്ന ആ ഒരു മോഡലാണ് കേട്ടോ, ചുരിദാർ കട്ടിൽ വരുന്നത്. അതിൻ്റെ കളർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ദാ ഇത്രയും കളർ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് വീണ്ടും പറയുകയാണ്, ഇപ്പോൾ ഇന്ന് കണ്ടതാവില്ല, ചിലപ്പോൾ നാളെ കാണാം, പ്രിൻറ്റുകളൊക്കെ മാറും, പക്ഷേ മെറ്റീരിയൽ എക്ദം പക്ക ക്വാളിറ്റിയിലായിരിക്കും നമുക്ക് കൊടുക്കാം അല്ലേ, പ്യുവർ കോട്ടണിലായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് റയോൺ വേണമെങ്കിൽ റയോൺ പറയണം, അല്ലെങ്കിൽ കോട്ടൺ വേണമെങ്കിൽ കോട്ടൺ പറയണം, അങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് ചെയ്തു തരാൻ പറ്റുക. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്താ ചേച്ചി പറഞ്ഞത്? കുർത്തീസ്. ഇത് ഫുൾ കുർത്തീസിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഈ ഒരു കൗണ്ടർ ഫുൾ കുർത്തീസിൻ്റെ ആണ്. അപ്പോൾ കുർത്തീസിൻ്റെ കുറച്ച് കാണിച്ചു കൊടുത്താലോ? ഓക്കെ. അപ്പോൾ കുർത്തീസിൻ്റെ എവിടെയാണ് ഇരിക്കുന്നത്, ഏത് പോർഷനിലാണ്? ഇതും കുർത്തിയുടെ ഒരു സെക്ഷൻ തന്നെയാണോ വരുന്നത്? കുർത്തിയാണ് ഇത് ഫുള്ള്. ഇത് ഫുള്ള് കുർത്തി 3 പീസ് വരും. 3 പീസ് ഉണ്ട്, 2 പീസ് ഉണ്ട്, അതുപോലെ സിംഗിൾ കുർത്തീസും ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി ഓരോന്ന് കാണിച്ചാലോ നമുക്ക്? സിംഗിൾ കുർത്തിയുടെ കളക്ഷൻസ് ഇതെടുത്തോ. ഇത് 3 പീസ് ആണേ, പ്യുവർ കോട്ടണിൽ കേട്ടോ. 3 പീസിന്റെ കളക്ഷൻ ആണ് ഇത്. ഇത് ആ കുട്ടീൻ്റെ കയ്യിൽ ഒരു മിനിറ്റ് കൊടുത്ത് ഇതൊന്ന് പിടിച്ച ടോപ്പ് ബോട്ട് ഇത് പിടിക്കേ. ഇതാണ് ഇതിന്റെ ടോപ്പ് വരുന്നത്, പ്യുവർ കോട്ടണിൽ വരുന്ന കളക്ഷനാണ്. അതിന്റെ കൂടെ ബോട്ടം വിത്ത് ദുപ്പട്ട ഒന്ന് നിവർത്തിയ ലെങ്ത് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെ ഒരു കളക്ഷനാണ് വരുന്നത്, 3 പീസിന്റെ. അപ്പൊ ഇതും ഓൺ മാനുഫാക്ചറിങ് തന്നെയാണോ? ഓക്കെ. ഇതിന് എല്ലാ ഷെയ്ഡ്സും അവൈലബിൾ ആണ്. ഓക്കെ. ഇതാ ഇങ്ങനെ ഒരു കളക്ഷനാണ്, വിത്ത് ദുപ്പട്ട അടക്കമാണ് ഇത് വരുന്നത് കേട്ടോ. അടിപൊളി ഷെയ്ഡാണ് കേട്ടോ, ഒക്കെ നല്ല വെറൈറ്റി ഷെയ്ഡുകളാണ് വരുന്നത്. പ്യുവർ കോട്ടൺ ആണ്, ലൈറ്റ് അടുത്ത് കാന്ത പോലെ ഒരു ഫിനിഷ് ഉണ്ട്. കാന്താര പ്രിന്റും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ചെറുതായിട്ട്. അപ്പൊ ഇതിന് പല പ്രിന്റ്സിൽ വരുന്നുണ്ട്, സെയിം 3 പീസിന്റെ കളക്ഷനിൽ വരുന്നതാണ്. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് സെയിം ആ ഒരു പ്യുവർ കോട്ടണിൽ തന്നെ വരുന്ന കളക്ഷൻ ആണ് കേട്ടോ. ഇതൊക്കെ പ്യുവർ കോട്ടൺ ആണ്. ബോട്ടം സ്ട്രൈപ്പ് വരും, ദുപ്പട്ട വരും. ഇത് ബോട്ടം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കോട്ടണിൽ നല്ല നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നേരിട്ട് വരാണെങ്കിൽ ഇതിനേക്കാളും കുറേ കളക്ഷൻസ് നമുക്കിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പരിമിതി ഉണ്ട്, നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഉള്ളത് കുറച്ച് കാണിക്കാം, പക്ഷെ എന്നാൽ പോലും ഇവിടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ദുപ്പട്ടയാണ്, നൈസാണ്, ഭയങ്കര സോഫ്റ്റ് അല്ലേ, മൽമൽ കോട്ടൺ ചേർന്നൊരു മെറ്റീരിയൽ ആണ്. അപ്പോൾ അൽക്കും തോറും ഒന്നുകൂടി സോഫ്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കോട്ടണിൽ വരുന്നത്. കോട്ടണിൽ തന്നെ നമുക്ക് കളർ ഓപ്ഷൻസ് 5 കളേഴ്സ് അവൈലബിൾ ആണ്. ഓരോന്ന് കാണിക്കുന്നതിൽ അല്ലേ? ഓക്കെ. നമ്മൾ സെയിം പാറ്റേൺ കാണിക്കുന്നതിൽ തന്നെ കളർ ഓപ്ഷൻസ് നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. ഇനി ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് 3/4 സ്ലീവിലായിട്ട് വരുന്ന കോട്ടൻ്റെ വർക്ക് കോട്ടൻ്റെ കുർത്തിയാണ്. അതിൽ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3/4 ആയിട്ടുള്ള സ്ലീവ് വിത്ത് ലൈൻ സ്ട്രൈപ്പ് ആയിട്ടുള്ള പാൻറ്റ്, അതിൻ്റെ കൂടെ മൽമൽ കോട്ടൻ്റെ ഒരു ദുപ്പട്ടയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് 3 പീസിൻ്റെ നല്ല നല്ല കളക്ഷൻസ് ഇവിടെയുണ്ട്. ഇത് ഇട്ട് വരുമ്പോഴേ ഇങ്ങനെ കാണിക്കുമ്പോൾ അങ്ങനെ ഒരു ഭംഗി ഉണ്ടാവില്ല, ശരിക്കും ഉടുത്ത് വരുമ്പോൾ അതിന്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. ഇൻഡിഗോ ബ്ലൂ ഒക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് ഷെയ്ഡ്സ് ആണ്. ലൈറ്റ് ഷെയ്ഡും നമുക്ക് അവൈലബിൾ ആണ്, ഡാർക്കും അവൈലബിൾ ആണ്. ഡാർക്ക് ചാട്ടും ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഈ കാണിക്കുന്നതിന്റെ തന്നെ കളർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇത് മേടിക്കുമ്പോൾ ചേച്ചി എങ്ങനെയാ മേടിക്കുന്നത്? ഇപ്പൊ ഈ കാണിച്ചത് അപ്പൊ എങ്ങനെയാ സൈസസ് വരെ എങ്ങനെയാ? നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് L to 4XL വരെ ഉണ്ട്. അപ്പൊ അതില് 3, 4 എന്തായാലും കിട്ടും. ഇപ്പൊ L ആണെങ്കിൽ നമുക്ക് 4 പീസ് വേണമെങ്കിൽ അങ്ങനെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ L to XXL 1 സെറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ. 2 ടൈപ്പ് ആയിട്ട് നമുക്ക് വേണ്ട. അത് നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പൊ നിങ്ങളുടെ സ്ഥലത്ത് ഏതാ മൂവിങ് എന്നുള്ളത് അതിനനുസരിച്ചിട്ട് നോക്കി എടുത്താൽ മതി. അടുത്തെന്ന് പറയുമ്പോൾ ഈ ഒരു കുർത്തി, ഇതിൽ ഫോയിൽ പ്രിൻറ്റിൻ്റെ വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്ക് ട്രെൻഡി നെക്കാണ് കേട്ടോ, വി നെക്കാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ കൂടെ സെയിം ആ ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ സട്ടലായിട്ടിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. പാൻറ്റ് വിത്ത് ദുപ്പട്ടയിൽ ഒരു ചെറിയ കസവയും കൂടി കൊടുത്തിട്ടുണ്ടല്ലോ ബോർഡറിൽ അല്ലേ, ചെറുതായിട്ട്. എന്നാൽ അത്ര അങ്ങോട്ട് ഉദിപ്പിച്ച് നിൽക്കണില്ല, എന്നാൽ സട്ടലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ കളേഴ്സും കൂടിയാണ് വരുന്നത് കേട്ടോ. 3 പീസിൽ വരുന്ന കളക്ഷൻ വെറൈറ്റികൾ ഇഷ്ടം പോലെയുണ്ട്. എല്ലാം കാണിക്കാൻ പോസിബിൾ അല്ല, എന്നാലും പെട്ടെന്ന് നമ്മൾ കാണിച്ച് പോവാണ് കേട്ടോ. ഇതിൻ്റെ യോക്കിൻ്റെ വർക്ക് എന്ന് പറയാനായിട്ട് ഒക്കെ മാനുഫാക്ചറിങ്ങും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പല സ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ് വരെ ഇവിടെ കിട്ടുന്നതായിരിക്കും അല്ലേ? ഇത് പിന്നെ അംബ്രല കട്ടിംഗ് ആണ്, സ്ട്രെയിറ്റ് അല്ലത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ കണ്ടില്ല കേട്ടോ. അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട്. ആ ഫ്ലയർ ഒന്ന് പിടിച്ചോ ചേച്ചി, കണ്ടോ? അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട്. സട്ടലായിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ടോപ്പ് വിത്ത് ബോട്ടം ദുപ്പട്ട, അങ്ങനെ 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് വരുന്നത്. ഇനി എല്ലാം നല്ല ഇഷ്ടപ്പെടുന്ന കളേഴ്സൊക്കെ ആണല്ലോ അല്ലേ ചേച്ചി? 3-4 കളേഴ്സ് അവൈലബിൾ. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് മസ്ലിനിൽ വരുന്നത്, ഇതാകുമ്പോൾ നമുക്ക് 2 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. 2 പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊരു ടോപ്പ്, അതിൻ്റെ കൂടെ
വിത്ത് ബോട്ടം, ടോപ്പ് വിത്ത് ബോട്ടം, അങ്ങനെ 2 പീസിന്റെ ഒരു കളക്ഷൻ. മസ്ലിന്റെ ഫാബ്രിക്കിലാണ്. നമുക്ക് ഫാബ്രിക് ഏത് വേണമെങ്കിലും അത് ചോദിച്ചാലും കിട്ടുന്നതായിരിക്കും അല്ലേ? ഓക്കെ. പിന്നെ വരുന്ന പാറ്റേൺ വീനക്കൊക്കെ എന്തൊരു ട്രെൻഡിലാണ് ഇപ്പൊ പോണത്. പിന്നെ ഇത് വിത്ത് ലൈനിങ് ആണ് കേട്ടോ. വിത്ത് ലൈനിങ് ഫോയിൽ പ്രിന്റ് വരുന്നുണ്ട്. വീനക്കാണ്. അതിനോടൊപ്പം തന്നെ ഇതൊരു 2 പീസാണ്. കൂടെ പാൻറ്റും വരുന്നുണ്ട് കേട്ടോ. ഇതാ. അപ്പൊ ഇതിന്റെ സൈസ് നമുക്ക് ലാസ്റ്റ് 3XL വരെ സ്റ്റാർട്ട് ചെയ്യുന്ന EL to XXL. 3XL വരെ സൈസസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കുർത്തീസിന്റെ നേരത്തെ കണ്ടത് 3 പീസ് ആയിരുന്നു. ഇത് വരുന്നത് നമുക്ക് 2 പീസിന്റെ കളക്ഷൻസ് ആണ് വരുന്നത്. അതുപോലെ ഫ്രോക്ക് ഐറ്റംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഏത് വേണമെങ്കിലും എടുത്തോ, നമ്മളെല്ലാം കാണാൻ റെഡിയാണ്. അതൊക്കെ ചേച്ചിമാരെ അവിടെ നിന്ന് ഇങ്ങനെ നീട്ടി തരാണ്. ഇത് എന്താ സംഭവം? ഗൗൺ ഫ്രോക്ക് ടൈപ്പ് ആണ്. ഗൗൺ ടൈപ്പ്, സിമ്പിൾ ഗൗൺ. പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കോമൺ ആയിട്ട് ടീനേജുകാർക്കായാലും എങ്ങനെ അങ്ങനത്തെ. അപ്പൊ കുട്ടികൾക്കായാലും ടീനേജുകാർക്കായാലും വീട്ടമ്മമാർക്കായാലും വയസ്സായവർക്കായാലും എല്ലാവർക്കും ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിന് ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ. ഇത് കോട്ട മെറ്റീരിയൽ 3 പീസിന്റെ കളക്ഷൻ ആണ്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ ലൈനിങ് അടക്കം വരുന്നുണ്ട് കേട്ടോ. അത് 3 പീസിന്റെ ഒരു കളക്ഷൻ ആണ്. ബോട്ടം നല്ലൊരു ഷെയ്ഡാണ്, ഒരു കോൺട്രാസ്റ്റിൽ വന്നിരിക്കുന്നത്. എന്നാൽ ഗ്രീൻ തന്നെ അല്ലേ? ദുപ്പട്ടയിൽ ഒരു കസവ് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇത് കോട്ട ചെക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏത് മെറ്റീരിയൽ ചോദിച്ചാലുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഹാൻഡ് വർക്കിൽ കണ്ടാലോ? കുർത്തി ഹാൻഡ് വർക്ക്. ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് നല്ല അടിപൊളിയാണ് അല്ലേ? ഇത് നല്ല സിൽക്കി ടൈപ്പ് ഒരു പാർട്ടി വെയർ കളക്ഷൻ. ഇതിന് തന്നെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഗ്രീൻ ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ ഒക്കെ അല്ലേ? അപ്പൊ ഇതെന്താ സംഭവം പറഞ്ഞേ? ഇത് വിചിത്ര സിൽക്കിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. അംബ്രല കട്ടിംഗ് ആണ്. യോക്ക് പോർഷൻ മിറർ വർക്ക് വരുന്നതാണ്. 3/4 ആണ് ഇതിന്റെ സ്ലീവ് വരുന്നത് കേട്ടോ. ഇതിപ്പോ നമുക്കൊരു എ ലൈൻ പാറ്റേൺ ആണ് വരുന്നത്. നമുക്ക് സ്ട്രേറ്റ് കുർത്തീസ് വേണമെങ്കിൽ അതുമുണ്ട്, എ ലൈൻ വേണമെങ്കിൽ അതും ഉണ്ട്. ഇതിപ്പോ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ വിചിത്ര സിൽക്ക് ആണെങ്കിൽ നമുക്ക് ഇത് ജോർജറ്റില് ഫുൾ ത്രെഡ് വർക്ക്, ഫുൾ ടൈപ്പ്. ഇത് ഒരു ഒറ്റ പീസാണല്ലേ വരുന്നത്? സിംഗിൾ പീസ് കുർത്തി മാത്രം കേട്ടോ. ഇതൊരു കുർത്തി മാത്രമായിട്ട് 3-4 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ബ്ലാക്ക്, ഗ്രീന്. ഓക്കെ. അതൊക്കെ വീഡിയോ കോൾ ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറച്ച് കയ്യിൽ കിട്ടുന്ന ഐറ്റംസ് ആണ് എടുത്ത് കാണിക്കുന്നത്. ഇത് കൂടാണ്ട് കുറേ ഉണ്ട്. ഇനി ഇതും ഹാൻഡ് വർക്ക് ഒക്കെ നിങ്ങളുടെ ഓൺ തന്നെയാണോ? അതെ അതെ. ഓക്കെ. ഇതും എ ലൈനിൽ തന്നെ വരുന്ന മാനുഫാക്ചറിങ് ആണ് അല്ലേ? സ്വന്തമായിട്ട് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ആ യൂണിറ്റിൽ നിന്ന് കുറേ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് വിചിത്ര സിൽക്കിൽ നമുക്ക് യോക്കിൽ അത്യാവശ്യം ഹാൻഡ് വർക്ക് വരുന്ന കളക്ഷനാണ്. ഇനി ഇത് നോക്കുകയാണെങ്കിൽ ജാക്കറ്റ് മോഡലാണെന്ന് തോന്നുന്നു. അതെ അതെ. അത് ഓരോന്ന് കാണുമ്പോൾ തന്നെ നല്ല അതിനും 3-4 കളേഴ്സ് അവൈലബിൾ ആണ് ഇതിന് അല്ലേ? ഓക്കെ ഓക്കെ. ഇത് അറ്റാച്ച്ഡ് ആണോ? ഇത് വരുന്നത് സ്ലീവിന്റെ ജാക്കറ്റ് അറ്റാച്ച്ഡ് ആണ് അല്ലേ? അപ്പൊ അറ്റാച്ച്ഡ് ഉണ്ടോ, അറ്റാച്ച്ഡ് അല്ലാത്തതും ഉണ്ട്. ഏത് മോഡൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നതായിരിക്കും. പക്ഷെ ഒക്കെ ഹോൾസെയിൽ ആണ് കേട്ടോ. റീറ്റെയിലിന്റെ ഒരു പരിപാടി ഇവിടെ ഇല്ല. ഇതും ജോർജറ്റിൽ വരുന്ന പാറ്റേൺ ആണ്. ജാക്കറ്റ് ടൈപ്പ് ആണ്. അറ്റാച്ച്ഡ്. ഈ ജാക്കറ്റ് കുറച്ച് പ്രത്യേകത ഉണ്ടല്ലോ. നമുക്ക് മറ്റേതെന്ന് പറയുമ്പോൾ ഇവിടെ നിന്നായിരുന്നു ജാക്കറ്റ്, ഇത് കുറച്ചുകൂടിയും ഇവിടുന്ന്. അപ്പോൾ ജാക്കറ്റിൽ തന്നെ പല പല മോഡൽസുകൾ തന്നെ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി ഒരു സംഭവമാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇത് കോട്ടണിൽ വരുന്ന കുർത്തി. ഇതാ വിത്ത് ലൈനിങ് അല്ലേ? ഇത് വിത്ത് ലൈനിങ് അടക്കാണ് കേട്ടോ വരുന്നത്. അംബ്രല കട്ടിംഗ് ആണ്. സിമ്പിളായിട്ട് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെയിലി വെയർ ഉണ്ട്, പാർട്ടി വെയർ ഉണ്ട്, നമുക്ക് ഓഫീസ് ഗോയിങ് ആയിട്ടുള്ളതുണ്ട്. ഇതും ഒരു പാർട്ടി വിചിത്ര സിൽക്കിൽ വരുന്ന പാറ്റേൺ. വിചിത്ര സിൽക്കിൽ യോക്കിൽ പാച്ച് വർക്ക് വന്നിട്ടുള്ള ഒരു സ്ലിറ്റ് മോഡൽ. സ്ട്രേറ്റ് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. ഓക്കെ. അടിപൊളി അല്ലേ? വിചിത്ര സിൽക്കിൽ കേട്ടോ. പിന്നെ വരുന്ന കളക്ഷൻ എന്ന് പറയുമ്പോൾ അതാ കോട്ടണിൽ ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് അംബ്രേല മോഡലായിട്ട് വരുന്നത്. ഫ്രീൽ ഇപ്പോൾ ഒരു മെറ്റർണിറ്റി വെയർന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രഗ്നൻസി ടൈമിലൊക്കെ ഈ ഒരു പോർഷനിൽ കുറച്ച് തുണി കൂടുതൽ വേണമല്ലോ നമുക്ക്. അപ്പോൾ ഇവിടെ ഫ്രീ ടൈപ്പ് ഫ്ലെയറിംഗ് അത്ര വരും. അത്ര കണ്ടോ. അപ്പൊ നല്ല ഒരു മെറ്റർണിറ്റി വെയർ ആയിട്ട് നമുക്ക് കൂട്ടാം. ഇത് കൂടാണ്ട് നമുക്ക് ഫീഡിങ് കുർത്തി ഉണ്ട് ഇവിടെ. സിബ് ടൈപ്പ് ആയിട്ടുള്ളതുണ്ട്. അതിന് സൈസ് അതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്നത് EL to 4XL 5XL വരും. ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ സ്വന്തം എറണാകുളത്ത് മാർക്കറ്റ് റോഡിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് കേട്ടോ. കടയുടെ പേര് വരുന്നത് KB ഗാർമെന്റ്സ്. അത് 1-2 ഫ്ലോർ അല്ല, ഒരു 5 ഫ്ലോർ ആയിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു ഫ്ലോറിലത്തെ കുറച്ച് ഭാഗം കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും കാണിക്കാൻ ഇഷ്ടംപോലെ കിടക്കണം. കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് കോട്ടൺ ബസാർ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിംഗ് കാണും. കാരണം നീളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. എവിടെ നിന്നാലും ഇതിന്റെ തല കാണാണ്ടിരിക്കില്ലല്ലേ KB ഗാർമെന്റ്സ് എന്ന് പറഞ്ഞിട്ട്. അടുത്തത് ഇതും പ്രിന്റഡ് കോട്ടണേ വരുന്ന വീനക്ക് പാറ്റേൺ സ്ലിറ്റ് ടൈപ്പ്. 3/4 സ്ലീവ് പൈപ്പിംഗ്. ഓക്കെ. ഇത് കോട്ടണിൽ കോട്ടൺ തന്നെ ഹൈനക്ക് വരുന്ന പാറ്റേൺ പ്രിന്റഡ് ടൈപ്പ് വിത്ത് ലൈനിങ് അങ്ങനെ. പിന്നെ വരുന്നത് റയോൺ മെറ്റീരിയൽ. ഇത് റയോണിലാണ് കേട്ടോ. റയോണിൽ പ്രിന്റ് വരുന്ന ഒരു പാറ്റേണിൽ എന്നുവെച്ചാൽ സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് മെറ്റർണിറ്റി വെയർ ടൈപ്പ് കുർത്തീസ്. മെറ്റർണിറ്റി ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നാൽ കാണാം.
ഇതാ വിത്ത് അംബ്രല്ല. സിബ് ടൈപ്പ്. ഈ സിബ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചത് ഇൻവിസിബിൾ സിബാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് പെണ്ണുങ്ങൾക്ക് അല്ലാണ്ട് ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നല്ലേ. ഇതാ സിബ് ടൈപ്പാണ്. ആ സിബ് എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതുണ്ടാവും, നമുക്ക് പ്രിൻസ് കട്ട് മോഡൽ ആ ടൈപ്പ് ആയിട്ടുള്ളതുണ്ട്. പ്രിൻസസ് കട്ടും വരുന്നുണ്ട് കേട്ടോ. അവർ 2 മോഡൽ വരുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്കൊരു 2 ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. ടൈപ്പിലൊക്കെ വരുന്നത് ആ ഒരു മെറ്റീരിയൽ ആണ് അല്ലേ, വിത്ത് അംബ്രല്ല കട്ടിങ്. ഇത് 2 ഷെയ്ഡ് വരുന്നുണ്ട്. സിമ്പിൾ ആണ്, ഇത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ്, എന്താ അത്ര ആർഭാടവും ഇല്ല നല്ല. ഇതിൻ്റെ ഒക്കെ ഇഷ്ടംപോലെ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്നത് മൊത്തം നമുക്ക് ഒരു കുർത്തിയുടെ സെക്ഷനാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ബൾക്കായിട്ട് എടുക്കുമ്പോൾ എങ്ങനെയാണ് കെട്ട് എടുക്കേണ്ടത്? ജസ്റ്റ് ഒരു ഞാൻ ഇട്ടതിൻ്റെ ആ ഒരു മോഡലല്ലേ ഈ കാണുന്നത്? അതെ അതെ. ഇതിൻ്റെ വർക്ക് വ്യത്യാസം ഉണ്ട് അല്ലേ, നെക്ക് വ്യത്യാസമുണ്ട്. വീനക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നമുക്കൊന്ന് കാണിയതാ. ഞാൻ ഇട്ടിരിക്കുന്നതിന് മെറ്റീരിയൽ സെയിം തന്നെ, അതിൻ്റെ ഡിഫറെൻറ്റ് കളർ ഓപ്ഷനാണ് ഇത് വരുന്നത്. പക്ഷെ നെക്ക് കുറച്ച് മാറ്റമുണ്ട്. അപ്പോൾ ഇവർ ഓൺ മാനുഫാക്ചറിങ് ആയതുകൊണ്ടാണ് നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെൻറ്റ് ഡിസൈൻസിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അതിൽ നമുക്ക് 3XL സൈസ് വരെ അവൈലബിൾ ആണ് അല്ലേ. XXL. ഞാൻ ആ കെട്ടൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെയായിട്ട് 4 കളേഴ്സുകൾ എടുത്ത് കാണിക്കും. ഓക്കെ, സ്കൈ ബ്ലൂ ഷെയ്ഡ്, ഇത് കളേഴ്സ് അല്ലേ. ഇത് ഇത്രയും കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഒരു കളർ ഉണ്ട്, ഞങ്ങളുടെ കയ്യിൽ ആകെ 2 കൈയുള്ളൂ കേട്ടോ. അത് വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണത്. അപ്പം 4 സെറ്റ് അല്ലേ, മീഡിയം, ലാർജ്, XL, XXL അങ്ങനെ സെറ്റ്. അപ്പോൾ പ്ലസ് സൈസ് അങ്ങനെ കിട്ടുമോ? 4XL 5XL കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇനിയും കാണിക്കാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മുകളിലേക്ക് പോയാലോ? ഓക്കെ. അപ്പോൾ ഈ കുർത്തിയിൽ തന്നെ നമുക്ക് സിംഗിൾ കുർത്തി 2 പീസ് 3 പീസ് കാണിച്ചു, നൈറ്റീസ് കാണിച്ചു. ഇനി ബോട്ടം വെയർ ഒക്കെ ഈ ഒരു സെക്ഷനിൽ തന്നെയാണ് വരുന്നത്. ബോട്ടം വെയർ ഒക്കെ സെപ്പറേറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. അതിനൊന്നും ഒരു കുറവില്ല. പക്ഷേ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ ഇതൊക്കെയല്ലേ വെറൈറ്റികൾ നമുക്ക് കാണിക്കില്ല. അപ്പോൾ ഇതൊക്കെ ചേച്ചി പിടിച്ചോ, നമുക്ക് പോവാം ഇനി മുകളിലേക്ക്, ഫസ്റ്റ് ഫ്ലോറിലേക്ക്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഇവിടെ കഴിഞ്ഞിട്ടില്ല. കാണണമെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ കോൾ ചെയ്താൽ മതി. പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഫസ്റ്റ് ഫ്ലോറിൽ എന്താ ഉള്ളത്? ഇതിലിങ്ങോട്ട് പോരുമ്പോൾ ഇവിടെ നമ്മുടെ ഇന്നർ വെയർ സെക്ഷൻ, ഈ ഒരു സെക്ഷൻ ഫുള്ള് അല്ലേ. അതില് ജെന്റ്സ് ലേഡീസ് എല്ലാം ഇന്നർ വെയർ മാത്രമേ വരും. ഓക്കെ. അപ്പൊ ഇന്നർ വെയറിന്റെ സെക്ഷൻ ആണ് ഈ ഒരു കൗണ്ടർ ഫുള്ള് വരുന്നത്. ഇനി ഇത് കൂടാണ്ട് ഈ ഒരു ഫ്ലോറിൽ വേറെ ഐറ്റംസ് എന്താണ്? നമുക്ക് ചുരിദാർ മെറ്റീരിയൽ ഉണ്ട്, ബോട്ടങ്ങളുണ്ട്, നൈറ്റ് വെയർസ് ഉണ്ട്, കുട്ടികളുടെ ടീനേജുകാർക്കുള്ളത് അല്ലേ. അപ്പൊ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അൺസ്റ്റിച്ചഡ്. ഓക്കെ, കാണിക്കാം നമുക്ക് മെറ്റീരിയൽ നോക്കിയിട്ട് നെക്സ്റ്റ് നോക്കാം. അപ്പൊ ഈ ഒരു സെക്ഷൻ വരുന്നത് മെറ്റീരിയൽസ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ ഒന്ന് കാണിച്ചു കൊടുത്താലോ? ഇത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന നോക്കാം. ഓക്കെ. അപ്പൊ ഈ ജോർജറ്റിന്റെ മെറ്റീരിയൽ അത്യാവശ്യം നല്ല വർക്ക് വരുന്നുണ്ട് അല്ലേ, വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്നതാണ് ഇത്. അപ്പൊ ലൈനിങ്ങിന്റെ തുണി ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഓക്കെ. പിന്നെ ബ്രാസും ഷോളും വരും. എന്നുവെച്ചാൽ നമുക്ക് 3D പോലത്തെ ഒരു ഫീലിംഗ് കിട്ടും കേട്ടോ. നമുക്ക് ഈ ഒരു ഇത് വന്ന് ബോട്ടം വിത്ത് ലൈനിങ് ആണ്, ഷോള് ബ്രാസം ഷോള്. അടിപൊളിയില്ല. ഇതിന്റെ എങ്ങനെയാണ് എടുക്കേണ്ടത്? അപ്പൊ നമുക്ക് 4 കളേഴ്സ് ആണ് വരുന്നത്. 4 അല്ലെങ്കിൽ 5 ഷെയ്ഡ്സ് ഉണ്ടാവും. ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ 4-5 ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഓക്കെ. ഇതതിന്റെ കളേഴ്സുകൾ. അപ്പൊ മുന്തിരി കളർ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിന്നെ ഒരു മറൂൺ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ 4 എണ്ണത്തിന്റെ ഒരു സെറ്റ് ആയിട്ട് അങ്ങനെ എടുക്കണം എന്ന് നിർബന്ധമുണ്ട്, ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ കേട്ടോ. അടുത്ത ഒരു കളക്ഷനിലേക്ക് കിടന്നാലോ? ഇതാ ഇവിടുന്ന് എടുത്തോ. ഇതാ ഞാൻ പിടിക്കാം. ഇത് വരുന്നത് പറഞ്ഞോളൂ. ഇത് വന്ന് പ്രിന്റഡ് സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഇതിൽ യോക്കിൽ വരുന്നത് ത്രെഡ് വർക്ക്, അത് വർക്കാണ് വരുന്നത്. വിത്ത് ദുപ്പട്ട വരും. ദുപ്പട്ട വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത്, സോഫ്റ്റ് ആണ്. പിന്നെ ബോട്ടം വരുന്നത് നമുക്ക് കോൺട്രാസ്റ്റ് ആണ് കേട്ടോ വരുന്നത്. ഇതാണ് ബോട്ടം വരുന്നത്. ഷോൾ വരും ഇങ്ങനെ. അപ്പോൾ ഇതിനും കളർ 4-5 ഷെയ്ഡ്സ് അവൈലബിൾ ആണ് അല്ലേ. അതിന് കളർ ഷെയ്ഡ്സ് ഒന്ന് കാണിച്ചേ. ഇതാണ് ഇതിൻ്റെ കളർ ഷെയ്ഡ് വരുന്നത്. ഇത്ര കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. പക്ഷെ കാണുമ്പോൾ ഒക്കെ നമുക്ക് ഒരുപോലെ ഫീൽ ചെയ്യും. അതിൻ്റെ ഉള്ളിലത്തെ ബേസ് ആണ് കേട്ടോ മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രിൻറ്റ് സെയിം ആയിരിക്കും കേട്ടോ വരുന്നത്. കണ്ടോ, കളേഴ്സ് വരുമ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നത്. തന്നെ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് ഉരി കണ്ടാണെങ്കിൽ ഫുള്ള് പ്രിന്റ് വരും. ഈ പ്രിന്റ് കാണാൻ തന്നെ ഒരു സെയിം ഈ ഒരു അജ്രക്കിൻ്റെ പ്രിന്റ് പോലെ സെയിം വരുന്നത്. ഇപ്പോൾ ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലാണെങ്കിൽ മറൂൺ ഉണ്ട്, അതിന് ബ്ലാക്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, അങ്ങനെ പല ഷെയ്ഡിൽ വരുന്നുണ്ട്. പിന്നെ വരുന്ന കളക്ഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ് കോട്ട, സോഫ്റ്റ് നെറ്റ് ടൈപ്പ്. ഓക്കെ. വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്നതാണ്. അതിൽ ദുപ്പട്ട അടക്കം വരുന്ന, പിന്നെ ലൈനിങ്ങിൻ്റെ തുണി ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അല്ലേ. വിത്ത് ലൈനിങ്. പിന്നെ ഫിനിഷിങ് കണ്ടോ, ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഫിനിഷിങ്ങും അതുപോലെ തന്നെ ഓർഗൻസ 2 സൈഡും എംബ്രോയിഡിംഗ് വർക്കാണ് വരുന്നത്, ഫുൾ വർക്കാണ് വരുന്നത്.
വരുന്നത്. ഇത് ഫുൾ വർക്കും തന്നെയല്ല, ഓർഗൻസയുടെ മെറ്റീരിയൽ ആണ്. നല്ല ഷൈനിങ് പാർട്ടി വെയർ കളക്ഷൻ ആണ് വരുന്നത്. ഇതിലും ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. നല്ല ഷെയ്ഡുകളൊക്കെ പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് കേട്ടോ. ഇതൊക്കെ ഇതിന്റെ കളർ ഷെയ്ഡ് അത് നേരിട്ട് കാണുമ്പോൾ അതിന്റെ ഒരു ഫീലിംഗ് കാണാൻ പറ്റുള്ളൂ കേട്ടോ. നല്ല കളേഴ്സാണ്, ഒക്കെ നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്ന കളക്ഷൻസ് ആണ്. അടുത്ത അൺസ്റ്റിച്ചിൽ തന്നെ നല്ല വെറൈറ്റീസ് ഉണ്ട് അല്ലേ? ഉണ്ട്. വിചിത്ര സിൽക്കിൽ തന്നെ നമുക്ക് 4-5 പാറ്റേൺസ് ഉണ്ട്. വിചിത്രയിൽ തന്നെ ഇത് വിചിത്രയുടെ തന്നെ വേറൊരു പാറ്റേൺ ആണ്. ഇതും വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്നതാണ്. ഷോള് ഫുൾ വർക്കാണ്. പാർട്ടി വെയർ ഒക്കെയാണ്. ഷോളും വർക്കാണ്. അതിന്റെ ടോപ്പിലാണെങ്കിലും ഫുൾ വർക്ക് വരുന്നുണ്ട്. ചെറിയ ഇത് ഷോൾ അല്ലേ? ഒരു പാർട്ടി വെയർ കളക്ഷൻ അല്ലേ വിചിത്ര സിൽക്കില്. പിന്നെ 4-5 ഷെയ്ഡ്സ് അവൈലബിൾ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്നത്. ഓക്കെ. അൺസ്റ്റിച്ചിലും മിക്കതും ലൈനിങ് എടുക്കാൻ വരുന്നല്ലോ. പാറ്റേൺസ് ഇതിന്റെ കളർ ഓപ്ഷൻസ് എവിടെയാ? 3 കളർ അല്ലേ? 3 കളേഴ്സ് ആണ് കേട്ടോ ഇപ്പൊ ഇതിൽ വരുന്നത്. ചിലതിൽ 3 എണ്ണം, ചിലതിൽ 4 എണ്ണം, അങ്ങനെ ഡിഫറെന്റ് കളേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ഇനി അടുത്ത ഒരു കളക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ടിഷ്യൂല് വരുന്നത്, ടിഷ്യൂ മെറ്റീരിയൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. ടിഷ്യൂല് ഡിജിറ്റൽ കൂടി വരുന്നതാണ്. ടിഷ്യൂല് ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ ഇത് വരുന്നത്. ഇതും ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. ഇതിന്റെ ബോട്ടം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത്. അതുപോലെ നല്ല അടിപൊളി മെറ്റീരിയൽ, ഒരു ഷൈനിങ് കൊടുക്കുന്ന മെറ്റീരിയൽ വിത്ത് ലൈനിങ് ഉണ്ട്. കണ്ടോ, ചെറിയ സീക്വൻസ് വർക്ക്. ഇതിന്റെ ഒക്കെ നല്ല കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ കളേഴ്സുകൾ എല്ലാം ലൈറ്റ് ഷെയ്ഡ് ചാർട്ടും ഉണ്ട്, ഡാർക്ക് ഷെയ്ഡ് ചാർട്ടും ഉണ്ട്. അതും ഒക്കെ പ്രിന്റുകൾ വ്യത്യാസമുണ്ട്. ശ്രദ്ധിച്ചു നോക്കി അറിയാം, ഒക്കെ വ്യത്യാസമുള്ള പ്രിന്റുകളാണ്. ഇപ്പൊ ഇത് രണ്ടും ഒരു പ്രിന്റ്, ഇത് രണ്ടും വേറെ പ്രിന്റ്. പക്ഷെ ഒക്കെ 4 എണ്ണം ഒരുമിച്ച് എടുക്കണം എന്ന് നിർബന്ധമാണ്. ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട് സെറ്റ് ബേസിൽ എടുക്കേണ്ടി വരും കേട്ടോ. അത് നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ വരുന്നത് സിൽക്ക്, കാഡ്ബറി സിൽക്കാണ്. വളരെ സോഫ്റ്റ് ആണ്, നൈസ് ആണ്. കാഡ്ബറി പോർഷൻ മാത്രമേ എംബ്രോയിഡിംഗ് വർക്ക് വരും. വിത്ത് ലൈനിങ് അവൈലബിൾ അല്ല കേട്ടോ. ഇതില് ലൈനിങ് അവൈലബിൾ. ഓക്കെ. കാഡ്ബറി സിൽക്ക് മെറ്റീരിയൽ, ലൈനിങ് ഇതിൽ ഉണ്ടാവില്ല. കാഡ്ബറി സിൽക്ക് മെറ്റീരിയൽ അതിൽ വിത്ത് ദുപ്പട്ട അടക്കം വരുന്നുണ്ട് കേട്ടോ. പാൻറ് വരുന്നത് ഇതാണ്. അപ്പൊ ഇതിന്റെ കളേഴ്സ് അപ്പോൾ ഏതെടുത്താലും അതിൽ എന്തായാലും 4 ആണ്. അതിന് ചോദിക്കേണ്ട കാര്യമില്ല. ഹോൾസെയിൽ നമ്മൾ കടക്കാർ മേടിക്കുന്നവരാണെങ്കിൽ അവർക്ക് എന്തായാലും അറിയുന്ന ഒരു കാര്യമാണ്. 4 കളേഴ്സ് എന്തായാലും എല്ലാത്തിലും ഉണ്ടാവും. ഇനി അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് തന്നെ വിചിത്ര സിൽക്കിൽ വരുന്ന വീനക്ക് പാറ്റേൺ വിത്ത് ലൈനിങ്ങോട് കൂടി വരും. ഇത് തയ്ച്ചു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അല്ലേ? ഭംഗിയാണ്. ഇത് പാർട്ടി വെയർ ടൈപ്പാണ്. പാർട്ടി വെയറിൽ അതിൽ ടോപ്പില് ഈ വീനെക്കാണ് കേട്ടോ. നെക്കിലാണ് ഇതിന്റെ വർക്ക് വരുന്നത്. വിചിത്ര സിൽക്ക് തന്നെ ദുപ്പട്ടിയും വരുന്നുണ്ട് അല്ലേ? പിന്നെ 1 സൈഡാണ് ഇതിന്റെ ആ ഒരു വർക്ക് കൂടുതൽ വന്നിരിക്കുന്നത്. കണ്ടോ, 1 സൈഡാണ് വർക്ക് എംബ്രോയിഡറി. ഓക്കെ. അപ്പൊ അതിന്റെ കളർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിനും കളർ ഓപ്ഷൻ എന്ന് പറയാനൊന്നുമില്ല. കളർ ഉള്ളത് എടുക്കാൻ തന്നെ വേണം, അത് നിർബന്ധമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരു സെറ്റാണ് 4 പീസ്, 5 പീസ് വരെ. ഇതിലും 4 പീസ് ഉണ്ട്. 4 പീസ്. ഓക്കെ. അങ്ങനെ 4 വെറൈറ്റികൾ ഉണ്ടല്ലോ. ഇപ്പോൾ പാർട്ടി വെയറിൻ്റെ ഉണ്ട്, ഡെയിലി വെയറിൻ്റെ ഉണ്ട്, കോട്ടണിലുണ്ട്. നമുക്ക് പല മെറ്റീരിയൽസിൽ നമുക്ക് അവൈലബിൾ ആണ്. പ്യുവർ കോട്ടണേ വരുന്ന സെറ്റാണ്. അതിലും കാന്ത പ്രിന്റ് അല്ല, കാന്തര ഫുൾ വീവിങ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കോട്ടണിൽ കാന്തര വീവിങ്. അതുപോലെ തന്നെ ബോട്ടം പ്ലെയിൻ അല്ല, പ്രിന്റ് ടൈപ്പ് ആണ് വരുന്നത്. അതെ, ഇതാണ് ഇതിന്റെ ടോപ്പ് ഉണ്ട്. മൽമൽ പോലെ നല്ല സോഫ്റ്റ് മൽമൽ കോട്ടന്റെ ദുപ്പട്ട വിത്ത് കാന്ത പ്രിന്റ് അല്ല, ഇതിന്റെ ഫുൾ ഹാൻഡ് വർക്ക് ആണ്. വീവിങ്ങിനോട് കൂടി ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ പാന്റിന്റെ വർക്ക് ഫുൾ വർക്കാണ്, പ്രിന്റ് വരുന്നത്. ഇതും നല്ല കളർ ഓപ്ഷൻ ആണ് വരുന്നത്. ഇതിന്റെ കളേഴ്സ് എന്ന് പറയാനായിട്ട് വേറെ നല്ല കളറാണ് കേട്ടോ. അത് ഇതിനും അതുപോലെ തന്നെ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്, ലൈറ്റ് ഷെയ്ഡ് ആണ്. പക്ഷെ ഒക്കെ നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് കേട്ടോ. അതുപോലെ ഈ കാന്തേര വർക്ക് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി റിച്ച് ഫീൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ചെറിയ സീക്വൻസ് വർക്കൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പ്യുവർ കോട്ടണിൽ വരുന്നത് കളക്ഷൻസ്. അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാന്തേര മെറ്റീരിയൽ വരുന്നത് തന്നെയാണ്. നേരത്തെ നമ്മൾ കണ്ടത് കാന്തേര വീവിങ് ആയിരുന്നു. ഇത് വരുമ്പോൾ നമുക്ക് കാന്തേര പ്രിന്റ് ആണ് വരുന്നത്. പറയൂ. ഇതും ബോട്ടം അതുപോലെ തന്നെ പ്രിന്റ് ടൈപ്പ്, ലൈറ്റ് പ്രിന്റ് ആണ്. ഇത് കോൺട്രാസ്റ്റ് ആണ് ഇതിന്റെ പാന്റ് വരുന്നത്. സെയിം ആ ഒരു നമുക്ക് പാച്ച് വർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ദുപ്പട്ട അതുപോലെ തന്നെ മൽമൽ ഷോൾ വരും കോൺട്രാസ്റ്റില്. ഇതിന്റെ കളേഴ്സോ ഇതൊക്കെ കോട്ടൺ. അതുപോലെ തന്നെ ഇൻഡിഗോ ബ്ലൂ, ആഷ്, മെറൂണ്, എല്ലാം നല്ല ചാർട്ടുകളാണ്. നല്ല ഷെയ്ഡ്സ് ആണ്, ലൈറ്റ്. ഇതൊക്കെ നമുക്ക് ബൾക്കായിട്ട് തന്നെ എടുക്കണം കേട്ടോ. നമ്മൾ ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട് സിംഗിൾ പീസ് ഇല്ല, സെറ്റ് ബേസ് ആണ് എടുക്കേണ്ടത്. അതാണ് വേറൊരു കാര്യം. അല്ലെങ്കിൽ ഓരോന്നായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ നല്ല, അതും അഫോർഡബിൾ റേഞ്ചിലാണ് ഒക്കെ കിട്ടുന്നത്. ആ റേറ്റ് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത് ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ നല്ല കളക്ഷൻസും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഷിമ്മറി ഷെയ്ഡിൽ ഷിമ്മറി മെറ്റീരിയൽ ആണ് കേട്ടോ.
ഷിമ്മർ നെറ്റ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് അറിയത്തില്ല. ഷോളിമേലും ആ വർക്ക് വരുന്നുണ്ട്. സെയിം ലൈനിങ്ങും ഉണ്ട്, അറ്റാച്ച്ഡ് ആണ്. പിന്നെ രണ്ട് സൈഡും വർക്ക് വരുന്നുണ്ട്. ഇതാണ് ഇതിലും കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തേക്ക് ഇത് കാണുമല്ലോ. ഇതിൻ്റെ കളേഴ്സുകൾ ലൈറ്റ് ഷെയ്ഡ്, പേസ്റ്റൽ ഷെയ്ഡ്സ്. പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കേട്ടോ ഒക്കെ വരുന്നത്. പേസ്റ്റൽ ഷെയ്ഡ്സ്. ഓക്കെ, ഇത്രയും കളേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഇതില് ഇനിയും കുറച്ച് ജോർജറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് പാർട്ടി വെയർ ആയിട്ട് വരുന്നത്. ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ്. ഇതും അതുപോലെ തന്നെ വിത്ത് ലൈനിങ്ങോട് കൂടി വരും. ഇത് എൻ പോർഷൻ വരും, ലൈനിങ് ഇൻസൈഡിലുണ്ട്. നമുക്ക് ഇതിന്റെ ദാമന്റെ പോർഷനിലാണ് വർക്ക് ഫുള്ള് വരുന്നത്. അപ്പൊ യോക്കിന്റെ പോർഷനിൽ നമുക്ക് വർക്ക് ഇല്ല. വർക്ക് എന്നാലും ചെറിയ ചെറിയ ബൂട്ട വർക്ക് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഷോളിന്റെ ഒരു സൈഡ് ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. അങ്ങനെ അത് ജോർജറ്റിന്റെ മെറ്റീരിയൽ. അപ്പൊ ജോർജറ്റ് കണ്ടു, കോട്ടൺ കണ്ടു, കാഡ്ബറി സിൽക്ക് മെറ്റീരിയൽ കണ്ടു. ഇനി നമുക്ക് അജ്രക്കിൽ നോക്കാം. അജ്രക്കിൽ. ഓക്കെ, ഇനി അജ്രക്കിന്റെ ഇത് അജ്രക്കിൽ വരുന്നതാണ്. കോൺട്രാസ്റ്റ് ബോട്ടൽ ഷോളും വരും. ഇത് മൊത്തം ഇങ്ങനെ ഒരു യോക്കിൽ ഇങ്ങനെ തന്നെ വർക്ക് ഇട്ടാ, വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. കോൺട്രാസ്റ്റ് തന്നെ ഷോളും വരും. കോൺട്രാസ്റ്റ് അല്ലേ? ഓക്കെ, ഷോളൊക്കെ വേറെ സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ കവറിലാക്കി വെച്ചിട്ടുള്ളതാ ഇതില്. അപ്പൊ അജ്രക്കിന്റെ വെറൈറ്റികൾ, പ്രിന്റുകൾ ഇഷ്ടം പോലെ കാണിക്കാൻ. ഇനി ഒരു മൽമൽ കോട്ടൺ നോക്കാം. വളരെ സോഫ്റ്റ് ആണ്, നല്ല കളർ ചാർട്ടാണ്. മൽമൽ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ശരിക്കും നമുക്ക് ദേഹത്ത് ഇങ്ങനെ ഒട്ടി കിടക്കണ കംഫർട്ടാണ്, ചൂടെടുക്കില്ല. ഭയങ്കര കംഫർട്ട് എന്ന് വെച്ചാൽ ഡെയിലി വരണേ. നമ്മളിപ്പോൾ ഒരു ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ 24 hours ചിലപ്പോൾ നമുക്ക് ഇട്ട് നടക്കേണ്ടി വരും. അതിനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. ബോട്ടം വിത്ത് ദുപ്പട്ട, മൽമൽ കോട്ടൺ. മൽമൽ കോട്ടൺ തന്നെ. അപ്പോൾ ഇത് 3 പീസിൻ്റെ ഒരു അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിൻ്റെ ഒരു കളക്ഷനാണ് കേട്ടോ. ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് എന്ന് വെച്ചാൽ സ്റ്റോക്ക് ഇഷ്ടം പോലെ നമുക്കുണ്ട്. ഇതൊക്കെ അതിൻ്റെ സ്റ്റോക്ക് ആയിരിക്കണം അല്ലേ, അൺസ്റ്റിച്ച് മെറ്റീരിയലിൻ്റെ. ഇത് ഫുൾ അൺസ്റ്റിച്ച് മെറ്റീരിയലിൻ്റെ സ്റ്റോക്കുകളാണ് ഇരിക്കുന്നത് മൊത്തം. ഇത് കാഡ്ബറി സിൽക്കിൻ്റെ തന്നെ കോൺട്രാസ്റ്റ് വരുന്ന ഐറ്റമാണ്. ഓക്കെ, മറ്റേ നമ്മൾ ആദ്യം കണ്ട ഒരു സെയിം വരും, ഇത് നേരെ കോൺട്രാസ്റ്റ് വരും. ഓക്കെ ഓക്കെ, ഇത് പിടിച്ചോ. ഇതാ വർക്ക് കാഡ്ബറി സിൽക്ക് മെറ്റീരിയൽ, ബോട്ടം ദുപ്പട്ട കോൺട്രാസ്റ്റിൽ. ഇതിനും അതുപോലെ തന്നെ 4 ഷെയ്ഡ്സ് ഉണ്ട്, 3-4 ഷെയ്ഡ്സ് ഉണ്ട്. 3 കാഡ്ബറി സിൽക്ക് മെറ്റീരിയൽ ഇപ്പൊ കുറച്ച് ട്രെൻഡി ആയിട്ട് നിൽക്കാല്ലേ. വളരെ നൈസാണ്, ഉപയോഗിക്കാൻ കംഫർട്ടാണ്, അങ്ങനെ അധികം അയൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മെറ്റീരിയൽ ഒന്നും നമുക്ക് സൂം ചെയ്യാം. ഇതൊക്കെ കാഡ്ബറി സിൽക്ക് മെറ്റീരിയൽ, നല്ല ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു കാഡ്ബറി സിൽക്ക് മെറ്റീരിയൽ. പിന്നെ അത്യാവശ്യം വർക്ക് വരുന്നുണ്ട്. ഇത് തുറന്ന് കാണിച്ചില്ലെങ്കിൽ നഷ്ടമായി പോകും എന്നുള്ളൊരു ഫീലിംഗ്. ബോട്ടം വിത്ത് ദുപ്പട്ട. ദുപ്പട്ട വരുന്നത് നെറ്റാണ്. നെറ്റാണ്, അതും ഫുൾ ത്രെഡ് കോൺട്രാസ്റ്റുമാണ് വരുന്നത്. കണ്ടോ എങ്ങനെയുണ്ട്? ടോപ്പ് എല്ലാം ലൈറ്റ് ഷെയ്ഡ്, ബോട്ടങ്ങളെല്ലാം ഡാർക്ക് ഷെയ്ഡ്. അങ്ങനെയാണ് ആ ഒരു സെറ്റ് വരുന്നത്. ഓക്കെ ഓക്കെ, അങ്ങനെയാണ് ആ ഒരു സെറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ 4 കളേഴ്സ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടില്ല, നമ്മൾ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. ഇന്നർ വെയർ നമുക്ക് അപ്പുറത്ത് കണ്ടതും പിന്നെ ഇവിടെയും കുറച്ച് ഇരിക്കുന്നുണ്ട് അല്ലേ ഇന്നർ വെയർ ഈ ഒരു സെക്ഷനിൽ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോയാലോ? ബോട്ടങ്ങൾ നോക്കാം. ബോട്ടം വെയർ നോക്കാം. അത് കൂടാണ്ട് നമുക്ക് ഇവിടെ ദുപ്പട്ടാസും വരുന്നുണ്ട് കേട്ടോ. ദുപ്പട്ടാസ് തന്നെ പല ഇതിൽ വരുന്നുണ്ട്. നമുക്ക് ഷിഫോണിൽ വരുന്നുണ്ട്, കോട്ടണിൽ വരുന്നുണ്ട്, മൽമലിൽ വരുന്നുണ്ട്, സിൽക്ക് മെറ്റീരിയൽ വരുന്നുണ്ട്. അങ്ങനെ പല വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. കോട്ടണിലും ഉണ്ട്, അങ്ങനെ ലഹരിയിലുണ്ട്, ഗഡ്വാൽ സിൽക്കിലുണ്ട്, അങ്ങനെ പല പല രീതിയിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇനി ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് മൊത്തം ബോട്ടങ്ങളാണ്. ബോട്ടം, ആംഗിൾ ലെങ്ത്. അപ്പൊ ഇതിന് ഒരു 2-3 കളക്ഷൻസ് ഒന്ന് നമുക്ക് കാണിച്ചു തന്നാലോ എങ്ങനെയുണ്ടെന്നുള്ളത്? അപ്പോൾ നമുക്ക് എവിടേക്കാ ഓടണം? ഇവിടെ നിൽക്ക് ബോട്ടം വരെ. അതെ, ഇവിടെ ഈ ഒരു മൈക്ക് കൊണ്ട് ഓടല്ലേ. ഞാൻ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഇത് ഒന്ന് ഞങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തന്നെ. എന്താ ബോട്ടംസ് ആണ് കൂടുതലുള്ളത്. ബോട്ടംസ് ഉണ്ട്, ഷോൾ ഉണ്ട്. ഇത് സിഗരറ്റ് ബോട്ടം. ഓക്കെ, സിഗരറ്റ് ബോട്ടം. പിന്നെ ഇത് വിത്ത് പോക്കറ്റ് അടക്കമാണ് വരുന്നത്. പോക്കറ്റ് അടക്കം. പിന്നെ താഴെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്. ആ പോംപോമിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിന്റെ സൈസസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? ഇത് നമുക്ക് ലാർജ് തുടങ്ങി 7XL വരെ കിട്ടും. 7XL വരെ? 7XL വരെ പാന്റിലാ? സിഗരറ്റ് ബോട്ടം 7XL വരെ. അടിപൊളി. അപ്പൊ പാന്റിന്റെ പിന്നെ എന്താ പറയാ, ഇത് നല്ല അടിപൊളി പലാസോ. അപ്പൊ ഫുൾ ബോട്ടമിന്റെ ഏതൊക്കെ എടുത്താലും അതൊക്കെ ഈ ഭാഗത്തുണ്ട് അല്ലേ? ഓക്കെ, ബോട്ടത്തിന്റെ. പിന്നെ അടുത്തത് ഇത് പലാസോ. നല്ല ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ്, നല്ല സോഫ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കും കൂടിയാണ്. പിന്നെ ഒത്തിരി കളറുകളുണ്ട്. ഇതിന്റെ ഒക്കെ സെറ്റ് എടുക്കേണ്ടത് എങ്ങനെയാന്ന് കാണിച്ചു തരുമോ? സെറ്റ് ആയിട്ട് എടുക്കുമ്പോൾ ഇതിന്റെ 3 സൈസിൽ വന്നേക്കണത്. 3 സൈസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ സൈസാ വരാ? ഇത് മൊത്തം 5XL ആണ്. ഇതിൽ വന്നേക്കണ മൊത്തം 5XL ആണ്. നമുക്ക് ലാർജ് തുടങ്ങി 7XL വരെ വരുന്നുണ്ട്. അപ്പൊ ഒരു സൈസ് തന്നെ എടുക്കണം എന്ന് നിർബന്ധമുണ്ട് അല്ലേ? അങ്ങനെ. ഓക്കെ,
അപ്പോൾ ഇത് ബോട്ടം വെയറിൻ്റെ അത് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഫുൾ സെക്ഷനാണ് ഈ കാണുന്ന സെക്ഷൻ മൊത്തം ബോട്ടം വെയറിൻ്റെ സെക്ഷനാണ് വരുന്നത്. ഇനി ഇത് കൂടാണ്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡ് വരാണെങ്കിൽ നമുക്ക് ഫുൾ ദുപ്പട്ടയുടെ സെക്ഷനാണ് വരുന്നത്. ദുപ്പട്ടയിൽ നമുക്ക് ഏത് ചോദിച്ചാലും അതൊക്കെ ഉണ്ട്, പക്ഷേ എല്ലായിടത്തും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ബോട്ടം വെയറിൽ നേരത്തെ പറഞ്ഞ പോലെ അതാ ഇതൊക്കെ ഡിസ്പ്ലേയിൽ ഇട്ടിരിക്കണം, നല്ല അടിപൊളി സംഭവങ്ങൾ. സൈഡിലൊക്കെ ഇങ്ങനെ വർക്ക്, ഫുൾ ത്രെഡ് വർക്കിലല്ല സൈഡിൽ കൂടെ ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും അവിടെ നിന്ന് തുടങ്ങേണ്ടതായിരുന്നു. ഒന്നുകൂടി ഭംഗിയായേനെ. ഇനി അടുത്ത സ്ഥലത്ത് ഇനി ഇവിടുത്തെ കഴിഞ്ഞിട്ടില്ല, നമ്മൾ കുറച്ച് കാണിക്കുന്നുള്ളൂ കേട്ടോ. അടുത്തൊരു സെക്ഷനിൽ പോവുകയാണെങ്കിൽ ഇവിടെ എന്താ ഉള്ളത്? ഇത് ഡെയിലി യൂസിൻ്റെ ടീഷർട്ടുകളാണ് ഇതൊക്കെ. നമുക്ക് ടീനേജുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. കുട്ടികളുടെ ഉണ്ട് ഇവിടെ തന്നെ. കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ എത്ര സൈസ് തൊട്ട് തുടങ്ങും? സ്മോള്, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെ വരും. അത് തന്നെ ടീനേജിന്റെ വരും സ്മോള്, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. ഓക്കെ, അപ്പൊ അങ്ങനെ ഇത് ടോപ്പ് അല്ല ടീഷർട്ട് മാത്രമാണോ അല്ലെങ്കിൽ ടീഷർട്ടിന്റെ കൂടെ? ടീഷർട്ട് മാത്രമാണ്, പിന്നെ സെപ്പറേറ്റ് പാന്റ് വേറെ ഉണ്ട്. ഇനി രണ്ടും കൂടിയായിട്ട് അങ്ങനെയും ഉണ്ട്. അങ്ങനെ ടോപ്പ് ഡെയിലി വെയറിന്റെ കളക്ഷൻസ് ആണ്. അതില് ടീഷർട്ട് എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു അല്ലേ, ഫുള്ള് കളറുകൾ. ഇപ്പൊ ഇത്രയും കളർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും ഇതിലിപ്പോൾ? 6-10 എണ്ണത്തിന്റെ ഒരു സെറ്റാണ് കേട്ടോ ഇത് വരുന്നത്. പല പല കളേഴ്സിലാണ് വരുന്നത്. അപ്പോൾ പ്രിന്റുകളും എനിക്ക് തോന്നുന്നു മാറി നിൽക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് അത് കൂടാണ്ട് ഇവിടെ ഹാൻഡ് കർച്ചീഫ് വരെ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ ചെറിയ ഐറ്റംസ് തൊട്ട് വലിയ ഐറ്റം വരെ എല്ലാതും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ എന്താണ് ഇത്, എന്താ സംഭവം? ഇത് ബോട്ടം കുട്ടികളുടെ അല്ലേ? കുട്ടികളുടെ ഡെയിലി വെയർ ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് തന്നെ പുറത്തേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഡെയിലി വെയർ ഐറ്റംസ്. ഫ്രോക്ക് ചെറിയ കുട്ടികളുടെ അല്ലേ? ഓക്കെ. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു സെക്ഷനാണ് നമ്മുടെ ജീൻസിന്റെ സെക്ഷൻ, ടീനേജുകളുടെ അല്ലേ? ഓക്കെ. ജഗ്ഗിൻസ് ഇതിലൊക്കെ വരുമ്പോൾ എങ്ങനെ സൈസസ് വരുന്നത്? ഇതിപ്പോ ഞാൻ തുടങ്ങി 40 വരെ സൈസ് ഉണ്ടാവും. ഓക്കെ. ഇതിപ്പോൾ 32 സൈസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ സൈസസ് നമുക്കിപ്പോൾ എങ്ങനെ സെറ്റ് ആയിട്ട് വരുമ്പോൾ എങ്ങനെ എടുക്കാം? ഇതിൻ്റെ ഒരു സെറ്റ് തന്നെ കാണിക്കാമല്ലോ നമുക്ക്. ഇത് വരുമ്പോൾ എങ്ങനെ സെറ്റ് ബേസ് തന്നെ എടുക്കേണ്ടി വരും. ഇത് ഇങ്ങനെ ലാർജാണ് സൈസ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത് സെറ്റായിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ ഇതിൽ 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് വരുന്നത്. അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റ് അങ്ങനെ തന്നെ എടുക്കണം എന്ന് നിർബന്ധമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ കാണുന്നത് മൊത്തം നമുക്ക് ഇതാ ജീൻസിൻ്റെ സെക്ഷനാണ് കേട്ടോ. ജീൻസിൽ തന്നെ നമുക്ക് പല മോഡൽസ് ഉണ്ട് അല്ലേ? ഇത് ബാഗി വരുന്നുണ്ട്, ജഗിൻസ് വരുന്നുണ്ട്, നോർമൽ ജീൻസ് വരുന്നുണ്ട്. പിന്നെ ഒരു പാരഷൂട്ട് ജീൻസ് ഇവിടെ കണ്ടു ഞാൻ ഹാങ് ചെയ്തിട്ടിരിക്കണത്. അടിപൊളി ഒരു സംഭവം. ഇത് നമുക്ക് പാരഷൂട്ടാണല്ലേ? ഓക്കെ. പാരഷൂട്ടിലെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നോർമലായിട്ട് നമുക്ക് വെയർ ചെയ്യാം. അത് കൂടാണ്ട് നമുക്ക് ഇതിങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബലൂൺ പോലെയായി പാരഷൂട്ടായി പറക്കാം. അപ്പോൾ ഇത് ഫുള്ള് നമുക്കിതാ ജീൻസിൻ്റെ ഒരു ലോകത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ? പിന്നെ ഇവിടെ മുകളിൽ കുറേ സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇതെന്താ? ടീനേജിൻ്റെ. ഇതൊക്കെ ടീനേജുകാർക്ക് പറ്റിയിട്ടുള്ള നമുക്ക് എന്താ പറയുക, പുറത്തേക്കൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ് ആണ്. കുർത്തീസ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു വെസ്റ്റേൺ വെയർ ടൂണിക് സ്റ്റൈലിലുണ്ട്, അങ്ങനെ ക്രോപ്പ് ടോപ്സ് ഉണ്ട്, അങ്ങനെ പല ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് കൂടാണ്ട് ഇപ്പുറത്തെ സൈഡും നല്ല ഭംഗിയുള്ള ഫ്രോക്കുകളായിട്ടും ഗൗൺസുകളുമായിട്ടും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ടീനേജ് കുട്ടികൾക്കൊക്കെ നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട് അല്ലേ? അപ്പോൾ പെട്ടെന്ന് ഓടിപ്പിച്ച് കാണിക്കാട്ടോ. പിന്നെ ഈ ഒരു സ്കേർട്ടും ഉണ്ട്. ഈ സ്കേർട്ടൊക്കെ സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടുന്നതാണോ? സെപ്പറേറ്റ് സ്കേർട്ടും ടോപ്പും ആണ്. ഇത് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ സ്കേർട്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല ഫ്ലയർ. അതെ, അറ്റത്തുനിന്ന് പിടിക്കേണ്ടി വരിക, നല്ല നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. കണ്ടോ എന്ത് രസമല്ലേ കാണാനായിട്ട്. അതും കോൺട്രാസ്റ്റ് ആയിട്ടാണ് അതിന്റെ. ഇത് സെറ്റ് അല്ലല്ലോ, നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്? ഓക്കെ. സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻസ് വെച്ചിട്ട് ടോപ്പ് വേണമെന്ന് വെച്ചാൽ ടോപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ടോപ്പ് ക്രോപ്പ് ടോപ്സ് ഒക്കെ ഇവിടെ കിട്ടും, അവൈലബിൾ ആണ്. ഇനി ഇപ്പുറത്തെ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാ അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇത് പ്രേമല്ലു അതാണോ സംഭവം അല്ലേ? പ്രേമല്ലു സ്കേർട്ട് കേട്ടോ, അടിപൊളി. അതിൽ ടോപ്പ് വേറെ, നമുക്ക് ക്രോപ്പ് ടോപ്പ് വേറെ ഒക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സെക്ഷനിൽ വരാണെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷനിലും നമുക്ക് ടീനേജിൻ്റെ പറ്റിയിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇത് ഒരുമിച്ചുള്ളതാ? അത് സെറ്റാണ്. സെറ്റാണ്. ഓക്കെ. പിന്നെ അതുപോലെ ഈ ഒരു പാറ്റേണിൽ വരുന്നുണ്ട് നമുക്ക്. ഇത് റോംബർ ടൈപ്പ്. പിന്നെ നമുക്ക് എല്ലാം സ്റ്റേറ്റിന്റെ ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ദൂരത്തേക്ക് ഒന്നും ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, ഒക്കെ കിട്ടേണ്ടത് നമുക്ക് ഇവിടെ തന്നെ കിട്ടും, ഒരു സ്ഥലത്തേക്ക് പോകണ്ടല്ലേ? ഇത് ക്രോപ്പ് ടോപ്പ് ആണ് ടീനേജിന്റെ. മെറ്റീരിയൽ നല്ല ഇതാണല്ലോ, ഷിഫോൺ ടൈപ്പ് മെറ്റീരിയൽ. പക്ഷെ നല്ല മെറ്റീരിയൽ, നല്ല സോഫ്റ്റ്, നല്ല അടിപൊളി. പിന്നെ ബട്ടർഫ്ലൈ സ്ലീവിൽ വരുന്നതാണ് കേട്ടോ. ഇതിന്റെ അടുത്തൊരു ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയൂ. ഇത് ഷർട്ട് മോഡലാണിത്, ക്രോപ്പ് തന്നെയാണ് വരുന്നത്. സൈസ് ഇത് XL ആണ്. ലാർജ് തുടങ്ങി നമുക്ക് ഡബിൾ XL വരെയും അവൈലബിൾ ആണ്.
പഫ് സ്ലീവ് ആണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ ഇപ്പുറത്തെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയും ടീനേജിന്റെ കുറേ നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. പെട്ടെന്ന് ഓടിപ്പിച്ച് കാണിക്കാണ്. ഇത് രണ്ടും സെപ്പറേറ്റ് അല്ലേ? സെപ്പറേറ്റ്. ക്രോപ്പ് ടോപ്പിന്റെ ഒരു സെക്ഷൻ, അതുപോലെ തന്നെ നമുക്ക് ജീൻസ്, ലെഗിൻസ്, ജഗിൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ട്യൂണിക് സ്റ്റൈലിൽ വരുന്നത് അല്ലേ? ഇതും സെപ്പറേറ്റ് തന്നെയാണ്. ഇതൊക്കെ ആരെങ്കിലും കറക്റ്റ് ആ ഒരു ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി വെക്കണം. നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ടല്ലോ ഒക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കളക്ഷൻസ് ഉണ്ട്. പിന്നെ വരുന്നത് കുട്ടികളുടെ കുറേ കളക്ഷൻസ് കൂടി കാണിക്കാണ്ട് കേട്ടോ. ഇത് കുട്ടികളുടെ ഫ്രോക്ക്. ഇത് ഇന്നർ സെപ്പറേറ്റ് വരുന്നതാണിത്. രണ്ട് സെപ്പറേറ്റ് ആണ് അല്ലേ? അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വെച്ചിട്ടാണ്. അല്ല, അത് സെറ്റിൽ തന്നെയാണ്. നമുക്ക് ഇന്നർ മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ പറ്റണ വിധത്തിലാണ്. ഓക്കെ അറ്റാച്ച്ഡ് അല്ല എന്നർത്ഥം കേട്ടോ. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതും ട്യൂണിക്കാണ്, കുട്ടികളുടെ ട്യൂണിക്ക്. അത് സ്മോക്കി ഇതാ വരുന്നത്. ഇത് കുട്ടികളുടെ തന്നെ റോംബർ ടൈപ്പ് വരുന്നത്. അതിൻ്റെ കളറുകൾ ഇതൊക്കെ റോംബർ ടൈപ്പ് തന്നെയാണ്. ഇത് റോംബർ ടൈപ്പ് നമ്മൾ നേരത്തെ പിങ്കിൽ കണ്ടത്. അതിൻ്റെ കളർ ഓപ്ഷൻസ് ആണ് കാണുന്നത്. അപ്പോൾ സെറ്റിൽ വരുമ്പോൾ നമുക്ക് 6 എത്രയാണ് സെറ്റ് വരുമ്പോൾ? 1 2 3 4 5 6 7 എണ്ണം. 7 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ ഓപ്ഷൻസ് ആണ് ഇത് കാണിച്ചത്. ഇതിൽ പല കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെനിമിൻ്റെയിൽ വരുന്നത് അല്ലേ? ഡെനിം പല മോഡൽസിൽ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കിയിട്ട് കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ കുട്ടികളുടെ കുറേ സ്റ്റോക്കുകളും ഇഷ്ടം പോലെ ഇരിക്കുന്നത്. ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ. നല്ല കുട്ടികളുടെ ക്രോപ്പ് ടോപ്പാണ്. അയ്യോ എന്ത് രസമല്ലേ ചെറിയ കുട്ടിയുടെ. ഇത് കണ്ടോ? ഇത് 18 തുടങ്ങി 24 സൈസ് വരെയാണ് വരുന്നത് ഈ ക്രോപ്പ് ടോപ്പുകൾ. ഇതാകുമ്പോൾ നമുക്ക് ഷർട്ട് മോഡൽ ക്രോപ്പ് ടോപ്പാണ്. ഇതിന് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയറിന് ഉള്ള പോലെ ഡിഫറെന്റ് കളറ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പാർട്ടി വെയറിൽ ഉള്ള കളക്ഷൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ അതാ ഇതുപോലെ നല്ല നല്ല വെറൈറ്റീസ് ഇഷ്ടം പോലെ ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഇത് കൂടാണ്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡ് എന്താ വരുന്നത്? ഇതിൽ സ്കേർട്ട്, ഡെയിലി യൂസിൻ്റെ ഫ്രോക്ക്, ഈ മിഡി ഉണ്ടാവും. ഇത് നമുക്ക് കോട്ടൻ്റെ വരുന്ന സ്കേർട്ടുകൾ. അതിൽ നമുക്ക് നീ ലെങ്ത് വരുന്നുണ്ട്, ഫുൾ ലെങ്ത് വരുന്നുണ്ട്, ആങ്കിൾ ലെങ്ത് വരുന്നുണ്ട്. അങ്ങനെ ഇത് സ്കേർട്ടാണെങ്കിൽ നമുക്ക് ഇത് റാപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്കേർട്ടും വരുന്നുണ്ട്. ഇതാ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് റാപ്പ് ചെയ്താൽ മതി. പിന്നെ ഞാൻ നേരത്തെ ചോദിച്ച പ്രേമല്ലു, ഇതാ എൻ്റെ പ്രേമല്ലു ഇവിടെ വന്നു. ഇങ്ങനെ നടക്കാം നമുക്ക്. ഇങ്ങോട്ട് വരും. പ്രിൻ്റൊക്കെ ഉണ്ടാവും. പല പ്രിൻസിലുണ്ടല്ലേ? നല്ല ഫ്ലെയർ കിടക്കുന്നതാ. നല്ല ഒതുങ്ങി നല്ല ഭംഗിയിൽ ഇങ്ങനെയൊക്കെ എടുക്കൂല. നല്ല ഫ്ലെയർ ഉണ്ടാവും. ഇതിന് മാച്ച് ചെയ്ത് നമുക്ക് ക്രോപ്പ് ടോപ്പും ആക്കി സെറ്റ് ചെയ്തിടാൻ പറ്റും. ഒക്കെ ഇവിടെ കിട്ടുന്നതായിരിക്കും. ഒന്നിനും പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നത്. ഇതിന്റെ ഒക്കെ കെട്ടെന്ന് പറയുമ്പോൾ ഫ്രീ സൈസ് വരുന്നു. ഓക്കെ. അപ്പൊ 4 എണ്ണത്തിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ളതായിരിക്കും വരാം അല്ലേ? ഡിഫറെന്റ് കളേഴ്സ്. ഓക്കെ 4 ഡിഫറെന്റ് ഇതായിരിക്കും വരാം. സൈസ് ഫ്രീ ആയിട്ടുള്ളത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് അയ്യോ സോറി അടിപൊളിയൊരു സ്കേർട്ട് കേട്ടോ. എന്തായാലും മൊത്തത്തിൽ ഇഷ്ടമായി പ്രേമല്ലു സ്കേർട്ട്. അപ്പോൾ ഇതെന്താ? ടീനേജിൻ്റെ ട്യൂണിക്കാണത്. ട്യൂണിക് സ്റ്റൈല് അറ്റാച്ച്ഡ് ആണ് അല്ലേ? ഓക്കെ. കോട്ട് തന്നെ മോഡല്. അറ്റാച്ച്ഡ് ആണ് കെട്ടാൻ നമുക്ക് ഇങ്ങനെ ബെൽറ്റ് ഇങ്ങനെ കെട്ടാൻ ഇങ്ങനെ കെട്ടി കൊടുക്കൂ. ആ കുട്ടിക്കൊന്ന് കെട്ടി കൊടുക്കൂ. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു എന്നെ കെട്ടാനല്ലേ പറഞ്ഞത്, എന്നെ കെട്ടീൻ്റെ ഒരാൾ എന്താ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാം. അപ്പോൾ ഇതൊരു ട്യൂണിക് സ്റ്റൈലിൽ നമുക്ക് വെസ്റ്റേൺ വെയറിൽ വരുന്നത്. ഇത് കൂടാണ്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇതും നമുക്കൊരു നോർമൽ ഒരു വെസ്റ്റേൺ വെയർ തന്നെയാണ്. അതിൽ ബെൽറ്റ് വരുന്നുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടുകയും ചെയ്യാം. ഇങ്ങനെ ബെൽറ്റിന്റെ ഓപ്ഷൻസ് ഇതിനും പല മോഡൽസ് ഒക്കെ ഉണ്ടല്ലോ. വ്യത്യാസം വരും. ഓക്കെ. അപ്പൊ നേരത്തെ നമ്മൾ കാണിച്ച സ്കേർട്ട് മോഡൽ, പക്ഷെ ഇത് ഫുൾ ഗൗൺ ആണല്ലോ. ഇത് ഡെയിലി വെയറിന്റെ ഫ്രോക്ക്. നേരത്തെ നമ്മൾ ഇത് കണ്ടില്ലേ റാപ്പ് ചെയ്ത് വേണ്ടത് സെയിം മെറ്റീരിയൽ തന്നെ നമുക്ക് ഫുൾ ഡെയിലി വെയറിനെ പോലെ കുർത്തി പോലത്തെ ഫ്രോക്കാണ് കേട്ടോ. കുർത്തിയല്ല ഫ്രോക്കാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ കളക്ഷൻസ്. ഇനിയും കളക്ഷൻസ് കാണിക്കാനുണ്ട്, പക്ഷേ അത് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടു വരും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് പോയാലോ? ഓക്കെ വരൂ. അടുത്ത ഫ്ലോറിൽ പറയുമ്പോൾ മൊത്തം കുട്ടികളെയാണെന്ന് തോന്നുന്നു. അതെ കുട്ടികളുടെ ഫ്ലോറാണിത്. കുട്ടികളുടെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് ഇയാള് പരിചയപ്പെടുത്തി തരും. ഈ ചേട്ടനാണോ? ചേട്ടൻ്റെ കയ്യിലൊന്നും മൈക്ക് കൊടുക്കണം, എന്നിട്ട് നമുക്കൊരു ഷെയ്ക്കിൻ്റെ ഒക്കെ കൊടുക്കാം. വീണ്ടും ഷെയ്ക്കുണ്ട്. അപ്പോൾ നമ്മളിപ്പോ ഈ ഒരു ഫ്ലോർ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ? ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട്, ഫ്രോക്ക് ഉണ്ട്. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ വലിയ സാരികളൊക്കെയാണോ? അല്ലല്ല,
പിള്ളേരൊക്കെ അങ്ങനെ പറയുന്നതായോ? അതാ ഇവിടെ ഇരിക്കുന്നത്? അതെ ഈ സ്റ്റെപ്പിലിരിക്കുന്നത്. ഇതാ ഈ സൈഡിൽ മൊത്തം ഇരിക്കുന്നത് മൊത്തം ഗിഫ്റ്റ് ഐറ്റംസ് ആട്ടോ. അപ്പൊ ഇത് ബേബിന്റെ ഐറ്റംസ് എല്ലാം ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയത്. പല ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ, പല ബോക്സിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് ടൈപ്പിൽ വരുന്നുണ്ട്. നല്ല നല്ല വെറൈറ്റീസിൽ പാക്കിംഗ് ചെയ്തിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ബോക്സ് ടൈപ്പ് ആണെങ്കിൽ ടർക്കി അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല അടിപൊളിയാണല്ലോ. ടർക്കികളും വരുന്നുണ്ട് അല്ലേ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ളത്? കളറും ഉണ്ട് അതിന്റെ ലൈറ്റ്. അത് ബൾക്കായിട്ട് തന്നെ എടുക്കണം ബൾക്കായിട്ട് തന്നെ എടുക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ഈ ഒരു ഗിഫ്റ്റ് ബോക്സും കൂടി നമുക്ക് കാണാം. നല്ല ക്യൂട്ട് ആയിട്ടുള്ളത് അല്ലേ, നല്ല ഭംഗിയില്ല. ഇത് കഴിഞ്ഞാൽ ജ്വല്ലറി ബോക്സ് ആക്കാം അല്ല, ഇത് നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ബേബിന്റെ ഐറ്റംസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ആ അറ്റം വരെ ഫുൾ കാണാൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഫ്ലോർ മൊത്തം വരെ, ഈ ഒരു ഫ്ലോർ അല്ല, ഈ ഒരു സെക്ഷനിൽ മൊത്തം എന്താ ന്യൂ ബോൺ ബേബി. അതിന്റെ കോട്ടൺ ഉണ്ട്, ബനിയൻ മെറ്റീരിയൽ ഉണ്ട്, പിന്നെ കെട്ടുടുപ്പ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇതാകുമ്പോ നമുക്ക് 6 ഒരു സെറ്റ് ആണ് വരുന്നത്. അതിൽ പല പ്രിന്റ്സിലുണ്ട്, പ്ലെയിനിലുണ്ട്, പോൾക്കാ ഡോട്ടിലുണ്ട്. ഇതാ പ്രിന്റ്സിൽ മാറി മാറി നിൽക്കും. അതുപോലെ തന്നെ അതിൽ ഫ്രണ്ടിൽ ഇങ്ങനെ വർക്ക് വരുന്നതുണ്ട്. അങ്ങനെ വെറൈറ്റീസ് ഉണ്ട് അതിൽ. ഇതൊക്കെ ഫുൾ നമുക്ക് കെട്ടുടുപ്പ് ഐറ്റംസ് ഒക്കെ വരുന്നത്. പിന്നെ അതേപോലെ പിള്ളേരുടെ തണുപ്പിന് ഇടാൻ വേണ്ടിട്ട് അല്ലേ, രാത്രി സമയത്ത് ഒക്കെ കുട്ടികൾക്കൊക്കെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ വെറൈറ്റികൾ ഇഷ്ടംപോലെ പല വെറൈറ്റി ഉണ്ട്. നമുക്ക് കളർ ഉണ്ട്, അതിന്റെ ഒരു കളർ മാത്രമല്ല, അതിന്റെ മിക്സ്ഡ് കളർ ആയിട്ടാണ് വരുന്നത്. എല്ലാം വരുന്നുണ്ട്. ഇത് അതുപോലെ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. ഇത് ഫുൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ പേരൊക്കെ മറന്നു. എന്തായാലും ഇതാ സംഭവം കുട്ടികൾക്ക് അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇനി ഇത് ബോയ്സിന്റെ ഐറ്റംസ് ആണ് കാണിച്ചത് അവിടെ. ഓക്കെ, ഇപ്പുറത്ത് അതേപോലെ ഗേൾസിന്റെ ഐറ്റംസ് ഉണ്ട്. ഈ ഒരു സെക്ഷൻ ഫുൾ വരുന്നത് അല്ലേ ഗേൾസിന്റെ. അപ്പൊ ഗേൾസിന്റെ വരുമ്പോ നമുക്ക് 0 സൈസ് തൊട്ടിട്ട് ഇത് 2 പീസിന്റെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. അതിൽ 3 എണ്ണത്തിന്റെ സെറ്റ് ആയിരിക്കും, പാറ്റേൺ ഒക്കെ സെയിം ആയിരിക്കും അല്ലേ. അതിൽ ഇങ്ങനത്തെ വരുന്നുണ്ട്, ഹോസറി മെറ്റീരിയൽ ഉണ്ട്, കോട്ടന്റെ ഉണ്ട്, ബനിയൻ സ്റ്റഫിൽ വരുന്നുണ്ട്. നമുക്ക് നോർമലായിട്ട് ഇങ്ങനെ കെട്ടുടുപ്പ് ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്. അതില് പാൻറ്റീസ് വീണു. അപ്പൊ പിന്നെ ഇത് കൂടാതെ പ്രിന്റ് ഐറ്റംസ് ഉണ്ട്. ഇത് റോംബർ മോഡലുണ്ട്, എല്ലാ മോഡലും ഉണ്ട്. നമുക്ക് എല്ലാ മോഡലും ഒക്കെ പാക്കിംഗ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് കൂടാതെ ചെറിയ പിള്ളേരുടെ ചെറിയ 0 സൈസ് ഫ്രോക്ക് ഉണ്ട്. കണ്ടോ, നല്ല ഭംഗിയുള്ളത്. അതുപോലെ ഇത് വരുമ്പോൾ നെറ്റിലാണ് വരുന്നത്. ഇതാകുമ്പോൾ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത്. കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും ചിന്തിക്കണം അത് അവരുടെ സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കും. ഇപ്പോൾ ഇത് ഫാൻസിയിൽ വരുമ്പോൾ ഫാൻസി ഐറ്റംസ്, ഈ ബോക്സ് ഫുൾ ഫാൻസി ഐറ്റംസ്. അതും സോഫ്റ്റ് നെറ്റിലാണ് കേട്ടോ ഇതൊക്കെ വരുന്ന കളക്ഷൻസ് എന്ന് പറയുമ്പോൾ. ഇതിൽ വലിയ സൈസസും വരുന്നുണ്ട്. പിന്നെ ഇതിരിക്കുന്നത് കിഡ്സിന്റെ തന്നെ അതിൽ ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നുണ്ട്. നോർമൽ നമുക്ക് വെസ്റ്റേൺ വെയറിലും വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡിസ്പ്ലേ കാണിച്ച് പോവാണ്. ഫുൾ ബുട്ടീസ് ഇതൊക്കെ. അപ്പൊ ഇത് എടുക്കുമ്പോ എങ്ങനെയാ, ഇത് ഫുൾ ഇങ്ങനെ എടുക്കേണ്ടി വരും അല്ലേ? 4 എണ്ണത്തിന്റെ ഒരു സെറ്റ് കേട്ടോ. പാറ്റേൺ സെയിം ആയിരിക്കും, കളേഴ്സ് ഇങ്ങനെ ഇപ്പൊ ഇതാകുമ്പോ ഇതൊരു പാറ്റേണിൽ ഡിഫറെന്റ് കളേഴ്സ്, ഇതൊരു പാറ്റേൺ ഡിഫറെന്റ് കളേഴ്സ്, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. പാറ്റേണുകൾ മാറി മാറി നിൽക്കും. പിന്നെ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഫ്രോക്കിന്റെ സെക്ഷനാണ്. ഈ ഫുള്ള് കേട്ടോ, പച്ച, ചുവപ്പ്, മഞ്ഞ, നീല, ഇല്ലാത്ത കളർ ഒന്നുമില്ല ഇവിടെ. ചെറിയ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഫാൻസി ഐറ്റംസ് കേട്ടോ. ഫാൻസി ഉണ്ട്, കോട്ടണും ഉണ്ട് കേട്ടോ. രണ്ടും വരുന്നുണ്ട് അല്ലേ. ഇതൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള കളറ് കണ്ടോ. ഇതൊക്കെ നല്ല ഭംഗിയുള്ള ചെറിയ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള കളറാണ് കേട്ടോ. അങ്ങനെ ഉഷ്ണിക്കൊന്നുമില്ല, കാരണം ഇത് സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. അവർക്ക് പെട്ടെന്ന് വരില്ല കേട്ടോ. ഈ ഒരു സെക്ഷനിൽ വരുന്നത്. പിന്നെ ഇവിടെ മുകളിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതും നല്ല ക്യൂട്ടായിട്ട് പല പല മോഡൽസിൽ വരുന്ന നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്രോക്കുകളാണ് കേട്ടോ. ഈ കാണുന്നത് മൊത്തം പല പാറ്റേൺസിൽ വരുന്നുണ്ട്. കുറച്ച് വലുത് വേണമെന്ന് വെച്ചാൽ അതുണ്ട്, കുറച്ചുകൂടി വലിയ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള അത്. അപ്പൊ ഇതിൽ വരുമ്പോ സൈസസ് ഒക്കെ എങ്ങനെ വരും, എത്ര വരെ പോകും? നമുക്ക് 20 സൈസ്, 40 വരെ സൈസ്. ഓക്കെ, വലിയ കുട്ടികൾക്ക്. ഇത് ഇവിടെ ഒരു ചെറിയ കണ്ടോ, അങ്ങനെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുള്ള എല്ലാ ഐറ്റംസ് ഇവിടെ ഉണ്ട്. വാവ്, കണ്ടോ ആ ഒരു പ്രിന്റ് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പല പ്രിന്റും പല പ്ലെയിനിലൊക്കെയാണ് വരുന്നത് ഐറ്റംസ് വേണ്ടത്. പല നമ്മുടെ ആവശ്യം എന്താ വെച്ചാൽ ഒക്കെ ഇവിടെ സാധിച്ചു കിട്ടൂലേ. കസ്റ്റമറിന് എന്താ ആവശ്യം അത് കസ്റ്റമർ കൊടുത്തിട്ടേ. അതെ, അത് പിന്നെ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. വലിയ കോട്ടൺസ്, ഇത് കോട്ടൺ ഫ്രോക്ക്. ഒരെണ്ണം എടുത്ത് കാണിക്കാം. ഞാൻ അവിടെ നിന്ന് ഇവിടെ നോക്കിയായിട്ട് വലിച്ചെടുക്കുന്നുണ്ട്. ഇതാ വലിയ കോട്ടന്റെ
ഫ്രോക്കുകൾ. അതിൽ ഫാൻസിയിൽ വേണമെങ്കിൽ ഫാൻസി, നോർമലിൽ വേണമെങ്കിൽ നോർമൽ, എങ്ങനെയായാലും നമുക്ക് പുറത്തേക്കൊക്കെ ഇട്ട് പോകാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ്. പിന്നെ 35 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് ഈ ഒരു ഇവിടെ KB ഗാർമെൻറ്റ്സ്. അതുപോലെ നല്ല നല്ല പാർട്ടി വെയറിൽ വരുന്ന കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പാർട്ടി വെയറിലും ഉണ്ട്, അതുപോലെ തന്നെ ഡെനിമിൻ്റെ ഉണ്ട്. പിന്നെ വരുന്നത് അതൊക്കെ ഉണ്ടോ ഇതിൻ്റെ ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന നെറ്റ്സ് ആണ്. ഇതുപോലെ ഈ കളർ ചേഞ്ച് ആയിട്ട് വരും നമുക്ക് ടോപ്പൊക്കെ വരുമ്പോൾ. ഇനി ഈ ഒരു സെക്ഷൻ വരുമ്പോൾ എന്താ വരുന്നത്? ഫ്രോക്കിന്റെ ഇത് തന്നെയാണ്, പല സൈസിലാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പുറത്ത് ചെറുതും വലുതും അതിന്റെ ഇടയിലുള്ള സൈസാ 22 തൊട്ട് 40 30 വരെ. ഓരോരോ സൈസിന് ഓരോരോ സെക്ഷൻ വൈസ് ആണ് മാറ്റി വെച്ചിരിക്കുന്നത്. അല്ലാതെ നമുക്ക് കുട്ടികളുടെ മാത്രമാണ് ഇവിടെ കിട്ടുന്നത്. കുട്ടികളുടെ തന്നെ വെറൈറ്റികളുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ ഇതും നമുക്ക് ഒരു 2 പീസായിട്ട് വരുന്ന കളക്ഷൻ ആണ് കേട്ടോ. അല്ല, ഇത് അറ്റാച്ച്ഡ് ആണ്. കാണുമ്പോൾ നമുക്ക് നമുക്ക് തോന്നുമ്പോൾ 2 ബനിയൻ വേറെ ഇത് വേറെ അങ്ങനെയായിട്ട്. പക്ഷെ ഇത് നല്ല അടിപൊളിയായിട്ട് ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, നല്ല ഭംഗിയുള്ളത്. ഇതൊക്കെ ഇവരുടെ ഓൺ മാനുഫാക്ചറിങ് ആണ് കേട്ടോ. ഫുള്ള് ഇവർ ഓൺ സ്റ്റിച്ചിങ് ചെയ്തിട്ടുള്ള വർക്കുകളാണല്ലോ ഫുൾ. കുറച്ച് അങ്ങനത്തെയാണ്, കുറച്ച് നമുക്ക് എല്ലാം സ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ് സ്റ്റേറ്റ് വിട്ട് പോകേണ്ട കാര്യമില്ല. ആ സ്റ്റേറ്റിൽ പോകേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടും. ഒരു സ്ഥലത്തേക്കും പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല കേരളം വിട്ടിട്ട്. പിന്നെ വരുന്നത് ഇതാ വെറൈറ്റി ഉടുപ്പുകൾ, കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ്. അതിൽ വെറൈറ്റി ഇഷ്ടം പോലെയുണ്ട്. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ടോ, കണ്ടോ, ഇതൊക്കെ ലൈറ്റ് ചാർട്ടിൽ വരുന്ന കളക്ഷൻസ് ആണ്. പിന്നെയും വെറൈറ്റികളുണ്ട്. ഫാൻസി ടൈപ്പ്, ഇത് ഫാൻസിയിൽ അല്ലേ, ഫാൻസിയിലും ഉണ്ട്. അതുപോലെ ഫ്രോക്ക് ടൈപ്പ് വരുന്നുണ്ട്, പല മോഡൽസിൽ വരുന്നുണ്ട്, പല ഡിസൈൻസിൽ വരുന്നുണ്ട്. ഇതൊക്കെ 6 എണ്ണത്തിൻ്റെ സെറ്റ് ആയിട്ടുണ്ട് എടുക്കേണ്ടത്. പിന്നെ വരുന്നത് അടിപൊളി ഒരു ലാച്ച, നല്ല ഭംഗിയിൽ. അത് ഒറിജിനൽ മിററാണ് യൂസ് ചെയ്തിരിക്കുന്നത്, വിത്ത് കോഡിങ് വർക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഫുൾ തിളങ്ങണം, ഏതൊരു ഫംഗ്ഷനായാലും കുട്ടികൾ തിളങ്ങി നിൽക്കണം അല്ലേ. പക്ഷെ എന്നാൽ അത്ര ഹാർഷ് ആവുന്ന മെറ്റീരിയലല്ല. അതിന് ഡിഫറെൻറ്റ് കളേഴ്സും ഉണ്ട് കേട്ടോ. ഡിഫറെൻറ്റ് കളർ, ഇത് പാറ്റേൺ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഫുൾ വർക്കൊക്കെ വന്നിട്ട് എന്തായാലും കുട്ടികൾക്ക് നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ നോക്കിയാൽ നല്ല ഫാൻസി ഉടുപ്പുകൾ. ഇത് 2 പീസിൻ്റെ നമുക്ക് വരുന്നത് സ്കേർട്ടായിട്ട് വരുന്നതാണ് കേട്ടോ, ഫുൾ ഫ്ലയറിൽ വരുന്നത്. ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡാണ് ഈ കാണുന്നത്. ഈ സൈഡ് വരുന്നത് മൊത്തം അതാണ് അവിടെ ഇരിക്കുന്നത് മൊത്തം. സ്കേർട്ടും ടോപ്പും, ക്രോപ്പ് ടോപ്പ് ടൈപ്പും പിന്നെ ഷർട്ടും, അങ്ങനത്തെ വെറൈറ്റീസ് ആണ് ഈ ഒരു സൈഡിൽ. അതുപോലെ ഇതിന്റെ സൈസസ് ഒക്കെ എല്ലാതും ഉണ്ടാവില്ല, ഒന്നിനും ടെൻഷൻ ഇല്ല. ചെറുത് മുതൽ വയസ്സായവർക്ക് വരെയുള്ള എല്ലാ ഐറ്റംസ് ഈ ഒരു ഫെസ്റ്റിവലിന്റെ ഐറ്റംസ്, പട്ടുപാവാട അങ്ങനത്തെ ഐറ്റംസും ഉണ്ട് നമുക്ക്. ഓ, നമുക്ക് ഓണം വിഷു അങ്ങനത്തെ സംഭവം എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു ഇതിൽ. കളർ ചേഞ്ചസും ഉണ്ട്, ഡിഫറെൻറ്റ് ഇതാ വർക്കുള്ളത്, കുട്ടികൾക്ക് തന്നെ നല്ല വർക്കുള്ളത്. ഇതിൽ ടോപ്പ്, പിന്നെ അതിന് കൂടെ സ്കേർട്ടും വരുന്നുണ്ട്. ഇത് വരുമ്പോൾ കളർ ചേഞ്ചിൽ കേട്ടോ. അതിൽ സ്കേർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിജിറ്റൽ പ്രിന്റിലാണ് കേട്ടോ വരുന്നത്. അതേപോലെ പല മോഡലും ഉണ്ട്, പല പ്രിന്റ് ഐറ്റംസും ഉണ്ട് നമുക്ക് വന്നത്. ഇതിപ്പോൾ കയ്യിൽ കിട്ടിയത് നമ്മളെടുത്ത് കാണിച്ചത് മാത്രം. ഇതിൻ്റെ തന്നെ നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് കുട്ടികൾക്കായാലും ഫെസ്റ്റിവലിന് അവർ മാറി നിൽക്കട്ടെ, തിളങ്ങി നിൽക്കട്ടെ. അതെ, ഇനി ഇപ്പോൾ അജ്രക്കിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് വെച്ചിട്ട് വേണമെന്ന് വെച്ചാൽ അജ്രക്കിൻ്റെ ഒരു പൈപ്പിംഗ് വെച്ചിട്ട് അങ്ങനത്തെ ഒരു മോഡലും നമുക്ക് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കേരള ട്രഡീഷണൽ വെയർ ആയിട്ട് നല്ല നല്ല വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുട്ടികളുടെ ഇഷ്ടം പോലെ ഇതാ ഇവിടെ ഇതൊക്കെ വലിയവരുടെ ആണ് ഈ കാണിക്കുന്നത്. മൊത്തം വലിയവരുടെ 2 പീസിന്റെ കളക്ഷൻ അല്ല, വിത്ത് സ്കേർട്ട് അടക്കം. പിന്നെ അതുപോലെ ഇതൊക്കെ കുട്ടികളുടെ, ചെറിയ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ. ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ്. ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ. അതന്നെയാണല്ലോ പിടിച്ചിരിക്കുന്നത്. ഞാൻ മുകളിൽ നോക്കിയപ്പോൾ താഴ്ത്തു അതന്നെ കേട്ടോ. ഇത് 3 പീസ് ആണല്ലേ വരുന്നത്. ഇത് നമുക്ക് നോർമൽ ഒരു പാർട്ടി വേനക്കൊക്കെ നമുക്ക് കോട്ട് സെറ്റ്, അതെ കോട്ട് സെറ്റ് ഇപ്പോഴത്തെ ട്രെൻഡാണ്. അത് 2 പീസിൽ വരുന്നുണ്ട്, 3 പീസിൽ വരുന്നുണ്ട്. അങ്ങനെ വെറൈറ്റികളുടെ കളികളാണ് മൊത്തം വരുന്നത്. ഇത് നോക്കുകയാണെങ്കിലും 2 പീസിൽ തന്നെ അല്ലേ. ഇതൊക്കെ സെറ്റായിട്ട് എടുക്കണം കേട്ടോ. ഒരെണ്ണമൊക്കെ ആണെങ്കിൽ നല്ല ഇതായിരുന്നു, പക്ഷെ നല്ല അഫോർഡബിൾ റേഞ്ചിനൊക്കെ കിട്ടും കേട്ടോ. ഹോൾസെയിൽ ആയതുകൊണ്ടാണ്. പുറത്തേക്കൊക്കെ പോകുമ്പോൾ നല്ല റേറ്റ് ഉണ്ട്. എന്തായാലും മാർജിൻ ഇട്ടിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിൽക്കാൻ പറ്റും. നിങ്ങളൊരു റീറ്റെയിൽ ഷോപ്പ് നടത്തുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് വന്ന് നോക്കാം. വിസിറ്റ് ചെയ്യാനായിട്ട് വരേണ്ട ഒരു സ്ഥലം കൂടിയാണ്. രാവിലെ നേരത്തോടെ വന്നോളൂ കേട്ടോ, അല്ലാണ്ട് പാതിരയ്ക്കൊന്ന് കയറി വരായിരിക്കും. കാരണം 5 ഫ്ലോർ അങ്ങോട്ട് ഉണ്ട്. 5 ഫ്ലോർ മൊത്തം കാണിക്കണ്ടേ. ഇതാ 5 ഫ്ലോർ മൊത്തം നിങ്ങൾക്ക് വന്ന് കാണാനുള്ള ഒരു സമയം കിട്ടണമെങ്കിൽ രാവിലെ നേരത്തോടെ ഇങ്ങോട്ട് പോകുന്നു അല്ലേ. അല്ലാണ്ട് പാതിരയ്ക്കൊന്നും കയറി വന്നു കഴിഞ്ഞാൽ ഈ മൊത്തം കളക്ഷൻ കാണാൻ പറ്റില്ല, മിസ്സായി പോകുമ്പോൾ ഒരു നഷ്ടപ്പെടാൻ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഒരു കിഡ്സിൻ്റെ ഒരു ഫുൾ സെക്ഷൻ വരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ഫ്ലോറിലേക്ക് പോവാം കേട്ടോ. വരും.
അടുത്തത് നമ്മളൊരു മെൻസിൻ്റെ ലോകത്തേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. മൊത്തം ബോക്സിൽ നിറച്ച് ഷർട്ട് അതുപോലെ തന്നെ വെറൈറ്റീസ് ഇനിയും ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ഇവിടുത്തെ തന്നെ സ്റ്റാഫ് ഉണ്ട്. ഹായ്. അപ്പോൾ ഇവിടെ എന്താ ഈ ഒരു ഫ്ലോർ എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക്. ടീഷർട്ട്, ഷർട്ട്, പിന്നെ ജീൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മെൻസിന്റെ എല്ലാ ഐറ്റംസും നമുക്ക് ഫ്ലോറിലുണ്ട്. ഓക്കെ. പിന്നെ ബോക്സ് ആയിട്ട് നമ്മുടെ ഓൺ ബ്രാൻഡാണ് എല്ലാ ഐറ്റംസും. നിങ്ങൾ ബ്രാൻഡിങ്ങും ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഓൺ ബ്രാൻഡ് തന്നെ. ഓക്കെ. അതിൽ 10ഓളം ബ്രാൻഡ് ഉണ്ട്. നമ്മുടെ മെൻസിന്റെ ഹാഷ്ടാഗ്, ഫോർമൽ, അങ്ങനെ കുറേ വൈറ്റ് ലിനൻ, ET, അങ്ങനെയുള്ള കുറേ ബ്രാൻഡുകൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. ഓൺ മാനുഫാക്ചറിങ് കൂടിയാണ് അല്ലേ? ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ 10ഓളം ബ്രാൻഡ് നിങ്ങളുടെ ഓൺ തന്നെ ഉണ്ട് ഇവിടെ. ഓക്കെ. അപ്പോൾ ഓരോന്നോരോന്ന് കാണിച്ചു തന്നല്ലോ നമുക്ക് എങ്ങനെയാണ് കളക്ഷൻസ് വരുന്നത്. ഇത് നമ്മൾ വൈറ്റ് ലിനൻ എന്ന് പറഞ്ഞ ഐറ്റമാണ്. ആ, ഇത് നിങ്ങളുടെ ഓൺ ഹാഷ്ടാഗ് എന്നുള്ള ഒരു ഇത് വരുന്നത് നിങ്ങളുടെ ഓൺ ബ്രാൻഡിങ് ആണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ഓൺ ബ്രാൻഡിങ്ങിലാണ് കളക്ഷൻസ് വരുന്നത്. പിന്നെ ഇതിൽ എങ്ങനെയാണ് നമുക്ക് എടുക്കേണ്ടത്? ഇപ്പോൾ ഷർട്ട് ബോക്സ് സെറ്റ് ആയിട്ട് തന്നെയാണ് വന്നത് കൊടുക്കുള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ സൈസസ് ഒക്കെ വരുമ്പോൾ സൈസ് 38 മുതൽ 44 വരെ ഉണ്ട് എല്ലാ സൈസും. ഇതൊക്കെ നല്ല വൈറ്റ് ലിനൻ എന്ന് പറഞ്ഞ നല്ല മെറ്റീരിയലാണ്. വൈറ്റ് ലിനൻ. പേരും അത് തന്നെയാന്ന് തോന്നുന്നു ബ്രാൻഡിങ്ങിന്റെ. പേര് തന്നെ സെയിം. ഓക്കെ. പിന്നെ വരുന്നത് നമുക്ക് പ്രിന്റ് ഉണ്ട്. പിന്നെ കുറച്ച് ചെക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഓക്കെ. ഇത് പ്രിന്റ്, ഇതൊക്കെ ഇവരുടെ ഓൺ ബ്രാൻഡിങ് തന്നെയാണ് കേട്ടോ. ഇത് പല റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെന്ന് വെച്ചാൽ സ്ക്രീൻ വിളിച്ച് ചോദിച്ചാൽ മതി. എന്തായാലും നല്ല അഫോർഡബിൾ റേഞ്ചിനൊക്കെ ആയിരിക്കും കിട്ടാൻ കൂടി. ഇത് ഹോൾസെയിൽ ആണല്ലോ, ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും. ഇതൊക്കെ നമുക്ക് പ്രിന്റിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ചെക്കിൽ വരുന്നുണ്ട്. ചെക്കിൻ്റെ ഒക്കെ മെറ്റീരിയൽ ഒക്കെ നല്ല മെറ്റീരിയൽ ആണല്ലോ, വെറൈറ്റി മെറ്റീരിയൽ ആണല്ലോ. തുണിയും നല്ലതാട്ടോ. കണ്ടോ, കുറച്ച് സെൽഫിൽ ഇങ്ങനെ വർക്കൊക്കെ വന്നിട്ടുള്ള ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇത് അടിപൊളി ഒരു സംഭവമായിട്ട് വൈറ്റ് ലിനൻ എന്ന ബ്രാൻഡിന്റെ ജൂട്ട് മെറ്റീരിയലാണ് വരുന്നത്. ഇതിലൊക്കെ കളർ ഓപ്ഷൻസ് ഉണ്ട്, എല്ലാ കളറും ഉണ്ട്. 12 കളർ വരുന്നുണ്ട് ഈ ഇതിൽ തന്നെ. ഈ 10-12 കളർ മൊത്തം എടുക്കണോ? ഇല്ല, നമുക്ക് ആവശ്യമുള്ള പീസ് അനുസരിച്ച് എടുക്കാൻ പറ്റും. അതിൽ ലോങ് സ്ലീവ് ഉണ്ട്, ഫുൾ സ്ലീവ് ഉണ്ട്, ഹാഫ് സ്ലീവും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് വരുമ്പോൾ നമുക്ക് എല്ലാത്തിലും അങ്ങനെ തന്നെ. ഇതിലൊരു സെൽഫ് വർക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പ്രിന്റൊക്കെ ഇപ്പോഴത്തെ കുറച്ചുകൂടിയും ഹരമായിട്ട് നിൽക്കണം. ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു മെറ്റീരിയലിൽ പെടുന്നതാന്ന് തോന്നുന്നു. ഈ ഷർട്ട് പോപ്കോൺ മെറ്റീരിയൽ ആണ് അല്ലേ? ഓക്കെ. അപ്പൊ ആ ഒരു മെറ്റീരിയലും ഇവിടെ അവൈലബിൾ ആണ്. ഇത് നിങ്ങളുടെ ഇവിടെ നിന്നല്ലേ? സ്ലിം ഫിറ്റിൽ വന്നതാ. അതല്ലേ? സ്ലിം ഫിറ്റ് ഉണ്ട്. പിന്നെ ടീഷർട്ട് കാര്യങ്ങൾ എല്ലാ ഐറ്റംസും ഉണ്ട്. ഈ സൈഡ് മൊത്തം വരുന്നത് ടീഷർട്ടുകൾ അല്ലേ? ടീഷർട്ടിലൊക്കെ വരുമ്പോൾ സൈസസ് ഒക്കെ എങ്ങനെ വരും? എല്ലാ സൈസും ഉണ്ട്. 38 മുതലുണ്ട് എല്ലാം. ഓക്കെ. 38 മുതൽ സ്റ്റാർട്ടിങ് വന്നത്. പിന്നെ നിറച്ച് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ബോക്സ് ആയിട്ട് നിറയുണ്ട്. ഇത് കൂടാണ്ട് ഫാൻസി ഐറ്റംസ്, റെഗുലർ സ്ലിം ഫിറ്റ് ആയിട്ട് വന്ന ഐറ്റംസാ ഇതെല്ലാം തന്നെ. ഇതെല്ലാം ഹാഫ് സ്ലീവ്. പിന്നെ ഇത് ഇങ്ങനത്തെ പോപ്കോൺ മെറ്റീരിയൽ ഉണ്ട്. പറഞ്ഞ പോപ്കോൺ ടൈപ്പ് ഇപ്പോഴത്തെ ട്രെൻഡാണ്. ട്രെൻഡ് ഐറ്റംസ് ഉണ്ട്, റെഗുലർ ആയിട്ടുള്ളതുണ്ട്, കാഷ്വൽ ഉണ്ട്, ഫോർമൽ ഉണ്ട്, അങ്ങനെ എല്ലാ തരം ഷർട്ടുകൾ വരുന്നുണ്ട്. അതിന്റെ വെറൈറ്റി കോട്ടന്റെ അതേപോലത്തെ സാധാ ചെക്ക് ഉണ്ട്, ഡെനിം ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓരോന്നും ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല രസമായിട്ടുണ്ട്. ഇത് വരുമ്പോ ഇത് സ്ലിം ഫിറ്റ് ആയിട്ടുള്ളത് ചെക്സ് ആണ് എല്ലാം പറഞ്ഞത്. അതേപോലത്തെ പ്രിന്റ് ഉണ്ട് അതിന്റെ തന്നെ. സെയിം മെറ്റീരിയൽ തന്നെ അല്ലേ? അപ്പൊ നമുക്ക് എടുക്കുമ്പോ ഇങ്ങനെ എടുക്കണം അല്ലേ? ഇങ്ങനെ സെറ്റ് ആയിട്ടാണ് നമുക്ക് വേണ്ടത്. ഇതിൽ വരുമ്പോ സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ ആയിട്ട് വരും. അങ്ങനെ ഇതൊരു റോളായിട്ട് ഫുൾ ആയിട്ട് അങ്ങനെ എടുക്കേണ്ടത്. പിന്നെ അതിന്റെ തന്നെ ഹാഫ് സ്ലീവ് വന്നിട്ടുണ്ട്. ഹാഫ് സ്ലീവ് ഉണ്ട്, 5 സ്ലീവ് ഉണ്ട്. ഇതിന്റെ കുറെ ഡിസ്പ്ലേ അവിടെ പുറത്തിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇത് കാണുന്നത് ഫുൾ എംബ്രോയിഡറിയുടെ വർക്കാണ് കേട്ടോ. ആ ഒരു ബ്ലാക്കുകൾ, വൈറ്റിൽ ബ്ലാക്ക് വന്നില്ല, നല്ല നല്ല കളേഴ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നോർമൽ സൈസ് വരുമ്പോൾ ലാർജ്, മീഡിയം, ലാർജ് അങ്ങനെ വരുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ ബൾക്കായിട്ടാണ് എടുക്കേണ്ടത്. നമുക്ക് സെറ്റ് ആയിട്ടാണ് എടുക്കേണ്ടത്. ചിലത് ഇങ്ങനെയായിരിക്കും പാക്കിംഗ് വരാം, ചിലതാകുമ്പോൾ റോൾ പാക്കിങ്ങിലായിരിക്കും വരാം. അപ്പൊ ഇതിന്റെ ഫുൾ കളക്ഷൻസ് ആണ് നമുക്ക് ഈ ഒരു പോർഷൻ ഫുൾ ഇരിക്കുന്നത് ഷർട്ടിന്റെ. അപ്പൊ കുറച്ച് മാത്രം കാണിച്ചിട്ടുള്ളൂ. ഏതൊക്കെ ട്രെൻഡ് ഇപ്പോൾ നടക്കണോ അതൊക്കെ ഇവിടെ കിട്ടും. പിന്നെന്താണ്? പിന്നെ നമുക്ക് യൂണിഫോം ആയിട്ട് എല്ലാ ഐറ്റംസും ഉണ്ട്. യൂണിഫോംസിന് ഇപ്പോൾ നമുക്കിപ്പോൾ സിംഗിൾ സൈസ് ഷർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ എല്ലാ ആണുങ്ങളും ഒരുപോലത്തെ ഷർട്ട് ഇട്ട് നിൽക്കണം, അല്ലെങ്കിൽ പാൻറ്, മുണ്ട്, അങ്ങനത്തെ സംഭവമൊക്കെ ഒരുപോലത്തെ അങ്ങനെ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? ഇത് വരുന്നതും ഷർട്ട് പ്രിന്റഡിൽ വരുന്നുണ്ട്. പിന്നെ പ്ലെയിൻ ഉണ്ട്, ചെക്സ് ഉണ്ട്. ഓരോന്നോരോന്ന് ഓപ്പൺ ചെയ്തെടുത്ത് കാണിക്കില്ല, ജസ്റ്റ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രം. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇതൊന്ന് കാണിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഇത് സാങ്കനേറ പ്രിന്റിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ. സാങ്കനേറ പ്രിന്റ് ആണ് ഇത്, കോട്ടൻ്റെ മെറ്റീരിയൽ. അതുപോലെ തന്നെ ഈ ഒരു പ്രിന്റ് നോക്കിയാൽ അത് അതിനേക്കാളും ഭംഗി.
ഒക്കെ നല്ല നല്ല വെറൈറ്റി പ്രിന്റുകളാണ്. പ്രിന്റുകൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രിന്റ്സ് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അത് ഷർട്ടിൽ പെട്ട പ്രിന്റുകളാണ്. പിന്നെ പ്ലെയിനിലും നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്, നല്ല കളേഴ്സും ഉണ്ട്. പ്ലെയിനിൽ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ പ്ലെയിനിലല്ലേ? ഇതെല്ലാം പ്ലെയിൻ. ഇതൊക്കെ പ്ലെയിനിൽ, അതായത് അവിടെ ഇരിക്കുന്നതൊക്കെ പ്ലെയിനിൽ വരുന്ന നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ യൂണിഫോം ഷർട്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ അതും ഉണ്ട്. അത് ഒരു ഫംഗ്ഷൻ വേണമെന്നില്ല, നമുക്ക് എന്തൊരു ഇതായാലും നമുക്ക് ബൾക്കായിട്ട് നിങ്ങൾ ചെയ്ത് തരൂലേ? ചെയ്ത് കൊടുക്കും. ഇവരുടെ ഓൺ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് തന്നെ. പിന്നെ അടുത്തത് ബോക്സർ ഐറ്റംസ് ആണ് നമുക്ക്. ഇതിങ്ങനെ സെപ്പറേറ്റ് പ്രീമിയം പാക്കിംഗ് ആണല്ലോ. അടിപൊളി പാക്കിങ്ങിലൊക്കെയാണ് കേട്ടോ ഇത് കിട്ടുന്നത്. അതുപോലെ ഇതും ബോക്സ് ആയിട്ട് നമുക്ക് എന്തായാലും എടുക്കുമ്പോൾ ബൾക്കായിട്ട് സെറ്റ് ആയിട്ട് എടുക്കണം. ഒരു പീസ് 2 പീസായിട്ട് നമുക്ക് എന്തായാലും കിട്ടില്ല. അപ്പോൾ ഇതിൽ സൈസസ് ഒക്കെ വരുമ്പോൾ ഫ്രീ ആണ്. ഓക്കെ, അതിൽ പല പ്രിന്റുകൾ ഉണ്ട്. അതിൽ കുറേ പ്രിന്റുകളെല്ലാം അങ്ങനെ മിക്സ് ആയിട്ട് പ്രിന്റുകൾ. ഒരെണ്ണോടി എടുത്ത് കാണിക്കാം കേട്ടോ. ഇതാ, ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ലൈറ്റിൽ വരുന്നത്, ഇത് ഡാർക്കിൽ പ്രിന്റുകൾ മാറി നിൽക്കുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ അടുത്തേക്ക് കിടന്നാലോ? കാരണം കുറേ കാണിക്കാനുണ്ട്. ഫ്ലോർ ഇപ്പം നമ്മളിപ്പോൾ ഏത് ഫ്ലോറിലാണ് നിൽക്കുന്നത്? തേർഡ് ഫ്ലോറിലാണ്. ഇനിയും ഫ്ലോറുകൾ ബാക്കിയുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഏതാ സ്ഥലം? ഡെയിലി വെയറിനും നമുക്ക് എന്താ പറയാ, ജിമ്മിന് പോകാൻ അങ്ങനത്തെ സംഭവങ്ങൾ, അങ്ങനത്തെ ട്രാക്ക് പാൻസ് അങ്ങനെ എല്ലാം ഉണ്ടല്ലേ? അതേപോലെ ഷോർട്സും ഉണ്ട് അതിന്റെ തന്നെ. ഇതൊക്കെ ഫ്രീ സൈസ് ആണോ? ഫ്രീ സൈസ് ഉണ്ട്, എല്ലാ സൈസും ഉണ്ട്. എം സ്മോൾ മുതലുണ്ട് നമുക്ക്. സ്മോൾ മുതൽ XXL 5XL വരെ ഉണ്ട്. 5XL സൈസ് വരെ അവൈലബിൾ ആണ്. അപ്പോൾ ഓക്കെ, ഇതൊക്കെ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ. ഹോസറി എന്ന് പറഞ്ഞാലും ഹോസറിയിൽ തന്നെ നല്ല ടൈപ്പ് മെറ്റീരിയൽ വരുന്നത്. അതിൽ പ്രിന്റ് ഉള്ളതുണ്ട്, പ്ലെയിനിലും വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ജീൻസിന്റെ നമുക്ക് 3/4 ആയിട്ടുള്ള ജീൻസിന്റെ മെറ്റീരിയൽ. 3/4 ഡെനിമിന്റെ അല്ലേ? ഓക്കെ, ഇതാ. അപ്പൊ എല്ലാം വെറൈറ്റി ഉണ്ടല്ലോ. നോർമലായിട്ട് കിട്ടുന്നേക്കാളും കൂടുതൽ കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവങ്ങൾ കേട്ടോ. ഇനിയിപ്പോ അതേപോലെ തന്നെ കോട്ടന്റെ ഉണ്ട്. കോട്ടന്റെ ഷോർട്സ് 3/4. ഡെനിം വേണ്ടാത്തവർക്ക് കോട്ടന്റെ ഉണ്ട്. പക്ഷെ എന്തായാലും ബൾക്കായിട്ട് എടുക്കണം. എല്ലാം സൈസസ്, എല്ലാം വെറൈറ്റീസ് ഉണ്ട്. ആണുങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സംഭവം A to Z ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ അണ്ടർ ഗാർമെന്റ്സും ഉണ്ട്. അതും നിങ്ങളുടെ ഓൺ ബ്രാൻഡിങ് ആണോ? അതും ഉണ്ടല്ലേ? ഓക്കെ, പിന്നെന്താ അടുത്ത? ജീൻസ്. അതൊരു 2 ഒന്ന് കാണിച്ചു തന്നെ. ജീൻസിന്റെ ഇതിൽ കളേഴ്സ് വരുന്നുണ്ട്, പല കളേഴ്സ് ഉണ്ട്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള സൈസ് എടുക്കുക. ആവശ്യമുള്ള കസ്റ്റമറിന് ഏത് സൈസാണ് വേണ്ടത് ആ സൈസ് അനുസരിച്ച് നമുക്ക് ജീൻസ് എടുക്കാം. പിന്നെ അതേപോലെ തന്നെ കാർഗോ ടൈപ്പ് ഉണ്ട്, കോട്ടന്റെ. കാർഗോ, പാരഷൂട്ട്, അങ്ങനെ പല ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണ് അതെല്ലാം നമുക്ക് വരുന്നുണ്ട്. വന്ന ഐറ്റംസ് ആണല്ലോ. ഓക്കെ, ഇതിന്റെ പാരഷൂട്ട് ബാഗ് ഇപ്പൊ വന്ന ട്രെൻഡ് ഇങ്ങനത്തെ ഐറ്റംസ്, അതെല്ലാം ഐറ്റം നമുക്ക് വരുന്നുണ്ട്. ഇതിലൊക്കെ കളർ ഓപ്ഷൻസ് കളറുണ്ട്, എല്ലാ കളറും ഉണ്ട്. അതിന്റെ കളറാണ് ഈ ബ്ലൂ കളർ ഉണ്ട്, അതിന്റെ ഡാർക്ക് കളർ ഉണ്ട്, അങ്ങനെ പല പല കളർ ഉണ്ട് നമുക്ക്. ഇങ്ങനെ അതും സൈസസ് നിങ്ങൾ ചോദിക്കുന്ന സൈസ് ഒക്കെ കിട്ടുന്നതായിരിക്കും അല്ലേ? സൈസ് 30 മുതൽ 36 വരെ വരും. അപ്പൊ ഒരു കളറായിരിക്കും, ഒരു കളറിൽ. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ ഡീലിങ്സ്? നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ ഇതൊരു ഫുൾ പാന്റിന്റെ സെക്ഷൻ. ഇതെന്താ? കോട്ടന്റെ കാർഗോ തന്നെ. ഇത് നാരോ ഫിറ്റ് വന്ന ടൈപ്പ് ആണ് ഇത്. ഓക്കെ, റെഗുലർ ഫിറ്റ് പോലെ. റെഗുലർ ഫിറ്റ് സാധാരണ. അത് പാരഷൂട്ട് ബാഗ് ആണ്. അത് ലൂസ് മോഡൽ കിടക്കണ, ഇതാ റെഗുലർ ഫിറ്റിൽ മോഡലുണ്ട് നമുക്ക് വരുന്നുണ്ട്. എല്ലാ തരം ഉണ്ടെന്ന് വെറൈറ്റികൾ. അപ്പൊ ഇതൊക്കെ ഇത് പാൻസിന്റെ സെക്ഷനിലേക്കാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇത് കൂടാണ്ട് നമുക്ക് യൂണിഫോം എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ ചെയ്തു തരാൻ പറ്റും? ഇപ്പൊ സ്കൂളുകളിൽ എങ്ങനത്തെയാണ് വേണ്ടത് അതേപോലെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പൊ ലോഗോ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കും നമ്മൾ. ടീഷർട്ടിലായാലും ഷർട്ടിലായാലും. ഇപ്പൊ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നമ്മളിപ്പോ വർക്കേഴ്സ് ഒക്കെ നിൽക്കുമ്പോൾ വർക്കേഴ്സിന് ഒരേപോലത്തെ അവരുടെ കമ്പനിയുടെ പേരടിച്ച് വേണമെന്ന് വെച്ചാൽ എല്ലാം ചെയ്തു തരില്ലേ? അപ്പൊ അത് ബൾക്കായിട്ട് നമ്മൾ ഓർഡർ കൊടുക്കണം എന്ന് മാത്രമേ അത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും യൂണിഫോമിൽ നിങ്ങൾക്ക് പ്രിന്റ് വേണോ, എങ്ങനെ എംബ്രോയിഡറി വേണോ, എങ്ങനെ ഏത് രീതിയിൽ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കണം അതൊക്കെ നമ്മൾ കസ്റ്റമർ ഇപ്പൊ എങ്ങനെ വന്ന് ചോദിക്കണം എങ്ങനത്തെ ലോഗോ ആണ് വേണ്ടത്, അവർക്ക് എങ്ങനത്തെ ഡിസൈനാണ് വേണ്ടത്. അങ്ങനത്തെ ഒരു ഇപ്പൊ പ്ലെയിനിലാണെങ്കിൽ ഇപ്പൊ പ്ലെയിൻ ടീഷർട്ട് ആണെങ്കിൽ അതിൽ അവർ ലോഗോ വേണ്ടി വരും, കമ്പനി ലോഗോ വേണ്ടി വരും, അല്ലെങ്കിൽ സ്കൂളിലെ ലോഗോ വേണ്ടി വരും. അത് നമുക്ക് എവിടെ വെച്ചിട്ടാണ് ചെയ്യാൻ അത് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പം അങ്ങനെ യൂണിഫോമിൻ്റെ ഒരു പിന്നെ അത് തന്നെയല്ല അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫീൽഡും കൂടിയാണ് ഈ ഒരു നമ്മുടെ KB ഗാർമെന്റ്സ് എന്ന് പറയുമ്പോൾ. ഒരു അത്യാവശ്യം 35 ഇയേഴ്സ്, അതോ നിസ്സാര ഒരു ഇയർ ഒന്നല്ല, 35 എന്ന് പറയുമ്പോൾ അത്യാവശ്യം അല്ലേ? അപ്പോൾ ഈ ഒരു സെക്ഷൻ മൊത്തം അപ്പോൾ ജെൻസിന്റെ സെക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു സെക്ഷൻ ഇനി എന്തെങ്കിലും കാണിക്കാനോ? കിഡ്സിന്റെ ജീൻസും കിഡ്സിന്റെ ഇവിടെ തന്നെയാണോ വെച്ചിരിക്കുന്നത്? ഓക്കെ, കിഡ്സിന്റെ എന്ന് പറയുമ്പോൾ എങ്ങനെയാ സൈസസ് വരുന്നത്? 16, 18 മുതൽ 32, 40 മുതൽ വരെ 40 വരെയും വരുന്നുണ്ട്. അതിന്റെ ബാഗി ടൈപ്പ് ഒക്കെയാണ് ഇങ്ങനത്തെ അല്ലേ? ഓക്കെ, ഇതാ ഇതും ഓൺ ബ്രാൻഡിങ് ഒക്കെ തന്നെയാണോ? അല്ല, ഇത് വേറെ
ആ ഓക്കെ. ബ്രാൻഡിങ്ങിലും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പല സ്റ്റേറ്റിൽ കിട്ടുന്ന ഐറ്റംസ് നമുക്ക് സ്റ്റേറ്റ് വിട്ട് പോകേണ്ട, സ്റ്റേറ്റ് വിട്ട് പോകാണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. ബാഗി മോഡലാണ് ഇപ്പോൾ ട്രെൻഡ് അങ്ങനത്തെ ഐറ്റംസ് ആണ്. ഇങ്ങനത്തെ പാരഷൂട്ട് ബാഗും ഉണ്ട് കേട്ടോ. വലിയവർക്ക് ഡെനിമാണ്, അതിന്റെ കോട്ടനും വരുന്നുണ്ട് നമുക്ക്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് വരുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്ന് വെച്ചാൽ ഓൾറെഡി വീഡിയോ ലെങ്തി ആയിട്ടുണ്ട്. ഇനി കൂടുതൽ ഇനി ചെറുതും ഉണ്ട്. പിന്നെ പാരഷൂട്ട് ബാഗ് എന്ന് പറഞ്ഞാൽ ചെറുത് 22 മുതൽ 30 വരെ സൈസ് വരുന്നത്. ഓ ഇത് നല്ല മെറ്റീരിയൽ ആണല്ലോ. പാരഷൂട്ട് ബാഗില് കിഡ്സിന്റെ ആണ് അത്. കുഞ്ഞു കുട്ടികൾക്കുള്ളത് അല്ലേ? കുട്ടികൾക്ക് വരെ കുട്ടികൾക്കാണ് ഇപ്പൊ ചോദിക്കുന്നത് കൂടുതലും. അതെ, ട്രെൻഡ് പോണത് കൂടുതൽ കുട്ടികൾക്കാണല്ലേ. ഇത് ജീൻസിന്റെ ഡെനിമോനെ പ്രിന്റ് ഐറ്റംസ്. അത് പ്രിന്റില് പിന്നെ എംബ്രോയിഡറിയുടെ വർക്ക് അങ്ങനെയൊക്കെ ആയിട്ട് പല മോഡൽസ് വരുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ളത് കൊണ്ട് ഇങ്ങനത്തെ ഇപ്പൊ ട്രെൻഡ് ഐറ്റംസ് എങ്ങനത്തെ അതും വരുന്നുണ്ട്. ഓക്കെ, A to Z എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഫുൾ ജെൻസിന്റെ ഒരു സെക്ഷനിലേക്ക്. അപ്പൊ ഞാൻ പോട്ടെ, നീ പൊക്കോളാം. അപ്പൊ ശരി, അപ്പൊ ഞാൻ അടുത്തൊരു ഫ്ലോറിലേക്ക് പോവാം. നമുക്ക് അടുത്ത ഫ്ലോർ എന്ന് പറയുമ്പോൾ നിറയെ ബോക്സ് കാണുന്നുണ്ടല്ലോ ചുറ്റും. കിഡ്സിന്റെ ഐറ്റംസ് ആയത് ഇത് ഫെസ്റ്റിവൽ ഐറ്റംസ് ആണ് വന്നത്. കുർത്ത, ജുബ്ബ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. ഓക്കെ, കിഡ്സിന്റെ അല്ലേ കുർത്തീസ്, ഫെസ്റ്റിവൽ വെയർ. ഇതൊക്കെ അപ്പൊ വൈറ്റ് ആണ് ഇതെല്ലാം. ഇതെല്ലാം കളറും ഉണ്ട്. അതിന്റെ കളർ വേറെ സെറ്റിലാണ് വരുന്നത്. ഇതെല്ലാം വൈറ്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതല്ല. ഇതിലൊക്കെ എങ്ങനെ സൈസസ്? അത് ചെറുത് മുതലാ വരുന്നത്, 0 മുതൽ തന്നെ വരുന്നതല്ലേ? ഓക്കെ, ഒക്കെ വൈറ്റ് പ്രിന്റ് വ്യത്യാസത്തിലൊക്കെ വരുന്നത്. ഓക്കെ, കണ്ടോ, ഒക്കെ വേറെ വേറെ പ്രിന്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒക്കെ ബേസ് വരുന്നത് വൈറ്റ് ആണ്. അപ്പൊ ഇതിന്റെ കളർ വൈറ്റിൽ തന്നെ പല പല പ്രിന്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നമുക്ക് മുകളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം കിഡ്സിന്റെ ബാവാ സൂട്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വരും. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഹുഡി ടൈപ്പ് ആണ് വരുന്നത്. ബാബാ സൂട്ടിന്റെ അതിന്റെ കൂടെ ട്രൗസർ എടുക്കാൻ വരുന്നത്. ഇതാകുമ്പോ ഒരു ബോക്സിൽ ഇതായാലും സെറ്റ് തന്നെയല്ലേ? 6 പീസ് സെറ്റ് ആയിട്ട് തന്നെ വരുന്നത്. ഇതെടുത്താലും നമുക്ക് പല കളറായിട്ടാണുള്ളൂ വരുന്നത്. അതെ, പല കളറിലാണ് വരുന്നത്. അപ്പൊ പിന്നെ പ്രശ്നമില്ല, എല്ലാതും വ്യത്യാസമായിട്ടും വരും. പിന്നെ ഇതൊക്കെ ഇട്ട് വരുമ്പോ ഇങ്ങനെ ഇരിക്കും അതിന്റെ ഒരു സെറ്റ്. അതൊക്കെ ഓപ്പൺ ചെയ്യാൻ നിൽക്കുന്നില്ല കേട്ടോ. ഒക്കെ കുട്ടികളുടെ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഇതൊക്കെ ക്വാളിറ്റി, പ്രീമിയം ക്വാളിറ്റിയിലുള്ള കളക്ഷൻസ് ആണ് വരുന്നത്. ഇതാ, ഇതും കുട്ടികളുടെ ഷർട്ട്, ടീഷർട്ടും ട്രൗസർ മോഡലായിട്ടുള്ളത്. പിന്നെന്താണ് അതിന്റെ കളർ ജുബ്ബ വരുന്നത്. നമ്മൾ നേരത്തെ താഴത്തെ കണ്ടത്. ഓക്കെ ഓക്കെ, അത് വിത്ത് പാന്റ് എടുക്കാണ് അല്ലേ? അതിലുണ്ട് പാന്റ്, അതിലുണ്ട് അതിലുണ്ട് അല്ലേ? ഓക്കെ, അതിന്റെ കളർ ഉണ്ട് വേറെ, മിക്സ്ഡ് കളർ ആയിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, കളർ ചാർട്ടില്ല മൂന്നെണ്ണത്തിന്റെ അങ്ങനെ കളർ ചാർട്ട് വരുന്നതല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ബ്ലാക്ക്, മുന്തിരി ഷെയ്ഡ്, പിന്നെ ഒരു യെല്ലോ ഷെയ്ഡ് അങ്ങനെ. പിന്നെ ചിക്കൻ കറി വർക്കിന്റെ ഒക്കെ നല്ല വെറൈറ്റി കുർത്തീസിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. അതിൽ പാർട്ടി വെയറിൽ നമുക്ക് ബട്ടൺ ടൈപ്പ് ആയിട്ട് ഇതിലും കളർ, ഇതൊക്കെ ബട്ടണൊക്കെ നമുക്ക് കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ബട്ടൺസ് ഒക്കെ വരുന്നുണ്ട്, നല്ല നല്ല ബട്ടൺ. റോംബർ ടൈപ്പ് ഉണ്ട്. പിന്നെ കിഡ്സിന്റെ 0 സൈസ് മുതൽ റോംബർ ടൈപ്പ് ഒക്കെ വരുന്നത്. ഇതിലാകുമ്പോൾ 3 കേട്ടോ. അതിന്റെ ഈ ഒരു കളർ ഇങ്ങനെ മാറി മാറി നിൽക്കട്ടോ. നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ആയിട്ട് വരും. പിന്നെ വൈറ്റ് ഷർട്ട് മാത്രം വേണമെന്ന് പറയുന്നവർക്ക് ജുബ്ബ മാത്രം. ഓക്കെ, ഇതാകുമ്പോ നമുക്ക് ആ ഒരു യെല്ലോ ക്രീം ഷെയ്ഡിൽ വരുന്നത്. ഓക്കെ, പിന്നെ അതിന്റെ ബാബാ സൂട്ട് എന്ന് പറഞ്ഞാൽ ഇത്തിരി കുറച്ചുകൂടി വലിയ ടൈപ്പ്. കുറച്ചുകൂടി വലിയ ടൈപ്പ്, ഭംഗിയുള്ള ടൈപ്പുകൾ പല പ്രിന്റ് ആയിട്ടൊക്കെയാണ്, പല കളറും പല പ്രിന്റിലൊക്കെയാണ് വരുന്നത്. ഈ ഒരു ഫുൾ കാണുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മള് പറയുകയാണെങ്കിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ കൊറിയർ ഒക്കെ അയച്ചു തരില്ലേ നിങ്ങൾ? പറഞ്ഞാൽ മതി. ഓക്കെ, പിന്നെ ഇതൊക്കെ വരുന്നതും സെയിം സൈസ് ഡിഫറെന്റ് ആയിട്ടായിരിക്കണതല്ല. എല്ലാം കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. ഇതൊക്കെ കാണിച്ചു വരുമ്പോൾ ഇതിന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ എടുക്കാനുള്ളതുണ്ട്. അത്രയും നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഹുഡീസ് വിത്ത് ട്രൗസർ മോഡലായിട്ടുള്ളത്. ഷർട്ട് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഷർട്ട്സ് മാത്രമായിട്ടുള്ളത്, അതിന് കൂടെ ട്രൗസറും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഷർട്ട് മാത്രമായിട്ടുള്ളത് അങ്ങനെയും കിട്ടുന്നുണ്ട്. പിന്നെ ഷർട്ടും നിക്കറും ആയിട്ടുള്ളതുണ്ട്. അങ്ങനത്തെ ഇതല്ലേ ഇത്ര നേരം നമ്മൾ കണ്ടത് ടീഷർട്ടാണ്. ഇതാകുമ്പോ പോപ്കോൺ നമ്മളിട്ട മെറ്റീരിയല്. ഇതെന്തായാലും മെറ്റീരിയൽ നല്ല കംഫർട്ടബിൾ ആട്ടോ. ഇങ്ങനത്തെ പിന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇട്ട അങ്ങനെ ഒരു ഉഷ്ണം എന്ന് പറയണത് അങ്ങനെ ഫീൽ ചെയ്യില്ല കേട്ടോ. പോപ്കോൺ വെയിറ്റ്ലെസ് ആണ്. പിന്നെ ഇതൊക്കെ അതിൽ കണ്ടോ, സെൽഫ് ചെറിയ സൈസിൽ കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് കിഡ്സിന്റെ ഷർട്ട് ഉണ്ട്. ഇത് ഷർട്ട് നിക്കറും വരുന്നത് തന്നെയാണ്. ഇതൊക്കെ വെൽവെറ്റിൽ വരുന്നത്, പക്ഷെ ലൈറ്റ് വെയിറ്റിൽ വെൽവെറ്റ് വരുന്ന ആ ഒരു പാറ്റേൺ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ഓൺ ബ്രാൻഡ് ആയ ഷർട്ട് ഉണ്ട് കിഡ്സിന്റെ തന്നെ.
ആ ഇവിടെയും ഉണ്ടോ ഓൺ ബ്രാൻഡ്? ET എന്ന് പറഞ്ഞ ബ്രാൻഡാ. ആ അന്ന് താഴത്ത് കാണിച്ചത് അല്ലേ? അതില് വെൽവെറ്റില് നല്ല ലിഎഫ്എല്ലോ ഉണ്ടാ, കളേഴ്സും ഉണ്ട് അല്ലേ? കളേഴ്സ് ഉണ്ട്. ലിഎഫ്എല്ലോ എന്ന് പറഞ്ഞ ബ്രാൻഡാ. ബ്രാൻഡാണിതാ, ബോയ്സിൽ മാത്രം. ഓക്കെ. ഇത് പല കളറും ഉണ്ട് അതിന്റെ. ഇപ്പൊ കോട്രോയ് ടൈപ്പ് ആണ് ഇപ്പൊ ട്രെൻഡ് വന്നേക്കണം. അതെ, ഇപ്പൊ ബാക്ക് പ്രിന്റ് ഒക്കെ വന്ന അതെ കോട്രോയ് മെറ്റീരിയൽ ആണിത്. ഇതാ അതിന്റെ തന്നെ ചെക്സ് ഉണ്ട്. ഇതാകുമ്പോ സൈസസ് ഒക്കെ എങ്ങനെ? ഏത് സൈസ് എല്ലാ സൈസും ഉണ്ട്. നമ്മുടെ 16 മുതൽ 40 വരെ സൈസ് ഉണ്ട് അതിന്റെ. 40 വരെ. അതിന്റെ പ്രിന്റ് ഉണ്ട്. ഇതാകുമ്പോ എങ്ങനെയാ? ഇത് 5 സ്ലീവ് ആണ് വരുന്നത്. പിന്നെ ഇത് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ 3 എണ്ണത്തിന്റെ സെറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ 5 സ്ലീവ് ഉണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന കുറെ അടിപൊളി കളക്ഷൻ പ്രിന്റ് ഒക്കെ ഉണ്ട്. 5 സ്ലീവ് പ്രിന്റ് ആണ്. ലൈറ്റ് വെയിറ്റിൽ വരുന്ന കളക്ഷൻ ആണല്ലേ. പെട്ടെന്ന് ഇങ്ങനെ അയൺ ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ആവശ്യമില്ല. അതിൽ നല്ല മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ നല്ലതാണ്. വെൽവെറ്റ് ടൈപ്പ്. അതിന്റെ ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് അവിടെ ഉണ്ട് ഈ പോർഷനില്. ഇതല്ല ഇപ്പൊ നമ്മൾ കണ്ടത്. അതിന്റെ തന്നെ അത് 5 സ്ലീവ് ആയിട്ടാണ്. ഇത് ഫുൾ സ്ലീവ് ആണ്. ഫുൾ സ്ലീവ് വരുന്നത് സെയിം മെറ്റീരിയൽ സെയിം ആയിരിക്കും അല്ലേ? കോട്ടന്റെ ഉണ്ട്. പിന്നെ ഫുൾ സ്ലീവ്. ഇതൊക്കെ ഒരു സിൽക്കി മെറ്റീരിയൽ വരുന്നത് അല്ലേ? പിന്നെ ഇത് അത് കണ്ടപ്പോഴാണ് ഇത് മുകളിലേക്ക് നോക്കണത് കേട്ടോ. ഇത് ഫുൾ കിഡ്സിന്റെ കണ്ടോ ഷർട്ടുകളാണ് വരുന്നത്. അതിൽ തന്നെ ഡിസ്പ്ലേ തന്നെ നിങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ, പല പല പുതിയ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് എടുക്കാൻ ഫീൽ ചെയ്യും കേട്ടോ. അത് ലൈറ്റ് ഡാർക്ക് ചാർട്ട് അങ്ങനെ വെറൈറ്റികൾ സിൽക്കിൽ വരുന്നത്. പ്രിന്റ് ആണുള്ളത്. പ്രിന്റും ദീ ഫുൾ വരുന്നത്. ഇത് ഇവിടൊക്കെയാ ദീ കാണുന്നതോ? ഫുൾ സ്ലീവ് ആണ്. ഇത് ഫുൾ സ്ലീവില് വരുന്നത് അല്ലേ? അതിൽ പല പ്രിന്റ്സിലാ വരുന്നത്. പല പ്രിന്റും പല ചെക്കും ആയിട്ടാണ്. അടിപൊളി കേട്ടോ, നല്ല രസമായിട്ടുണ്ട്. എന്താ പറയുക, ഭയങ്കര ഒരു കുറെ ഇങ്ങനെ കാണുമ്പോഴേ നല്ല ഏതാ എടുക്കണ്ടേ എന്താ എടുക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓണത്തിന്റെയും വിഷുവിന്റെ ഒക്കെ സ്പെഷ്യൽ ഐറ്റംസ് ആയിരുന്നു. കേരള ട്രഡീഷണൽ. അവരും ചെത്തട്ടെ പിള്ളേര് അല്ലേ? പിള്ളേരും ചെത്തട്ടെ എന്നല്ലേ? ഇത് മുണ്ടും ഉണ്ടാവില്ല അതിന്റെ കൂടെ? ഇത് മറ്റേ ഒട്ടിക്കുന്ന ടൈപ്പ് അല്ലേ? ഇങ്ങനത്തെ മുണ്ടും ഷർട്ടും ആയിട്ടാണ് വരുന്നത്. അത് നമുക്ക് കളർ ചെയ്ത് വേണമെങ്കിൽ സെറ്റ് ആയിട്ടാണ്. മിക്സ്ഡ് കളർ സെറ്റ് ആണ് വരുന്നത്. അപ്പൊ അതിൽ കളേഴ്സ് ഉണ്ട് കേട്ടോ, കുറെ കളേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഫെസ്റ്റിവലിന് ഇനി മാറി നിൽക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഫെസ്റ്റിവലിനും നമുക്ക് ഐറ്റംസ് ഉണ്ടാവും. വിഷു ആയാലും ഓണായാലും ക്രിസ്മസ് ആയാലും എല്ലാ ഐറ്റത്തിനും നമുക്ക് ഇവിടെ കളക്ഷൻസ് ഉണ്ട്. ഇത് അടിപൊളി ഒരു ബർത്ത്ഡേ ബോയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് അതൊക്കെ. ഇതൊക്കെ 3 പീസിലെ കോട്ട് ടൈപ്പ് ആയിട്ട് വരുന്നത്. ഇതിലൊക്കെ നല്ല ഹെവി നമുക്ക് ജാക്കറ്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ടീഷർട്ട് ഉണ്ട് നമുക്ക് ഇവിടെ. അതേത് പോർഷനിലാ? ഇവിടെ തന്നെ. ഇതിവിടെ. ഇത് ഹുഡീസ് അല്ലേ? ഇത് ഹുഡീസ് ടൈപ്പ്. സാധാ ടീഷർട്ടും ഉണ്ട് അതിന്റെ. നോർമൽ ഹുഡീസ് അല്ലാത്ത ടീഷർട്ട് ഉണ്ട്. ടീഷർട്ടിൽ ഫുൾ സ്ലീവ് ഉണ്ട്, ഹാഫ് സ്ലീവ് ഉണ്ട്, അങ്ങനെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ഫുൾ കിഡ്സിന്റെ ഒരു സെക്ഷനിലാണ്. അപ്പൊ ഡെയിലി വെയറും ഇവിടെ തന്നെയാണ്. ഡെയിലി വെയർ ഐറ്റംസ് സാധാ നമ്മുടെ ലോക്കൽ ടീഷർട്ട് ആയാലും നമുക്ക് ഇവിടെ ഡെയിലി വെയർ. ലോക്കൽ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഡെയിലി വെയർ പുറത്തേക്കൊക്കെ ഇടാൻ പറ്റാത്ത വീട്ടിലിടുന്ന ടൈപ്പ് ഒക്കെ അങ്ങനത്തെ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് ഫുൾ ബോയ്സിന്റെ ഒരു സെക്ഷനാണ്. അപ്പൊ ഇവിടെ ആയാലും നമുക്ക് യൂണിഫോം ഒക്കെ എല്ലാം സെറ്റ് ആക്കി തരും. ഇപ്പൊ വൈറ്റ് ഷർട്ടിന്റെ ഇതാണ് യൂണിഫോം ഷർട്ട്. അത് ഇപ്പോൾ സ്കൂളിലേക്ക് എപ്പോഴും പിള്ളേരുകൾക്കൊക്കെ 6 മാസം കൂടുമ്പോൾ മാറ്റണം. ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ വൈറ്റ് ഷർട്ട് വരുന്നുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ആ ടൈപ്പായിട്ട് യൂണിഫോം നമുക്ക് ചെയ്തും തരുന്നതായിരിക്കും അല്ലേ? എങ്ങനെ വേണമെങ്കിലും ചെയ്തുതരാം. അപ്പം ഞാൻ ജസ്റ്റ് ഓടിപ്പിച്ചൊന്ന് കാണിച്ചത് മാത്രമല്ല, കിഡ്സിൻ്റെ നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഈ ഒരു ഫ്ലോറിലുണ്ട്. ഇനി വീണ്ടും നമുക്ക് താഴത്തെ ഒരു ഫ്ലോറിൽ പോയിട്ട് അവിടുത്തെ കുറച്ചുകൂടിയും കളക്ഷൻസ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഈ മുണ്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അല്ലേ? മുണ്ടും സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. മുണ്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതേപോലെ ഷർട്ടും കിട്ടും കേട്ടോ. ഷർട്ടും സെപ്പറേറ്റ് ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അതും പല എങ്ങനെ സൈസസ് ഒക്കെ വരുന്നത്? മറ്റേതും നമുക്ക് രണ്ടും കൂടി സെറ്റ് ആയിട്ടുള്ളതാണ്. ഇത് സെപ്പറേറ്റ് വേണ്ടവർക്ക് സെപ്പറേറ്റ് ആയിട്ട് അത് ഏത് ഫംഗ്ഷന് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. കണ്ടോ, നല്ല തിളങ്ങുന്ന മെറ്റീരിയൽ. ഇതിൽ തന്നെ പല കളേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ കാണുകയാണെങ്കിൽ നിറയെ കളേഴ്സ് ഒക്കെ ഡാർക്ക് ചാർട്ടിലല്ലേ ഇഷ്ടമുള്ളത്. ഒക്കെ സിൽക്കി ടൈപ്പ് ആയിട്ടുള്ള മെറ്റീരിയൽസ്. അപ്പൊ ഇതൊക്കെ ആണുങ്ങളുടെ സെക്ഷനാണ്. ഇനി ഞാൻ വീണ്ടും നമ്മുടെ ഒരു ലേഡീസിന്റെ സെക്ഷനിൽ താഴത്തെ ഫ്ലോറിലേക്ക് ഒന്ന് പോട്ടെ കേട്ടോ. അപ്പോൾ താങ്ക് യു ഇത്ര നേരം കൂടെ നിന്നത്. ഈ ഒരു മൈക്ക് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ പോവാം, നമുക്ക് വരൂ. അങ്ങനെ നമ്മൾ വീണ്ടും താഴത്തെ ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ലൊക്കേഷൻ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. എന്തായാലും ഇഷ്ടം പോലെ ഇനിയും കാണാൻ ബാക്കിയാണ് നിങ്ങൾക്ക്. അപ്പോൾ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് എവിടെയാണ് നിൽക്കുന്നത്? നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത്
KB ഗാർമെന്റ്സിലാണ് വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു 5 ഫ്ലോർ ആയിട്ടുള്ള കംപ്ലീറ്റ് A to Z ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പാണ്. ഹോൾസെയിലാണ് കേട്ടോ. അപ്പം നമ്മൾ കാണിച്ചത് ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞു പോയി. ഒരു 100% ഒരു 5% നമ്മൾ കാണിച്ചിട്ടുള്ള ഓരോരോ കൗണ്ടർ വെച്ച് നോക്കുമ്പോൾ കേട്ടോ. ഇതിനപ്പുറം ഇനി കാണാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കോൾ ചെയ്തിട്ടായാലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഫുൾ കാണാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നേരിട്ട് വരണമെങ്കിൽ നമുക്ക് മാർക്കറ്റ് റോഡ് ആട്ടോ, എറണാകുളത്ത് മാർക്കറ്റ് റോഡ്. ഇനി ഒന്നുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ കോട്ടൺ ബസാർ ജംഗ്ഷൻ്റെ അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് KB എന്ന് പറഞ്ഞിട്ടുള്ള KB ഗാർമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ബിൽഡിംഗ് 5th ഫ്ലോർ തല വരെ കാണാമെന്നല്ല, മുകളിലത്തെ ഏറ്റവും ടോപ്പ് ഫ്ലോർ വരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ആണ്. അപ്പോൾ അതുപോലെ തന്നെ സൺഡേ ഓഫാണ്, സീസൺ ടൈമിൽ മാത്രം ഓൺ ആയിട്ട് ഇരിക്കുള്ളൂ. ബാക്കിയുള്ള സമയത്ത് നമുക്ക് ഷോപ്പിൻ്റെ സമയം വരുന്നത് 9 മണിയോ 10 മണിയോ 10 to 7, 8 o'clock വരെ. അത് കസ്റ്റമർ ഉണ്ട്, അതിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ KB ഗാർമെന്റ്സ്. അപ്പോൾ താങ്ക് യു ചേച്ചി, ഇത്ര നേരം കൂടെ സപ്പോർട്ട് ചെയ്ത് തന്നെ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.